നമ്മളിന്ന് നമ്മുടെ പഠന പരമ്പരയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവാരാധനയെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ പുതിയൊരു ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയാണത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് പരിചയമുള്ള ഒരു കാര്യം, എന്നാൽ അതിൻ്റെ കുറച്ച് ഉള്ളർത്ഥത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. 6-ാമത്തെ 7-ാമത്തെ അധ്യായങ്ങളാണ് നമ്മളിന്ന് പഠന വിധേയമാക്കുന്നത്. നമ്മൾ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ കേൾക്കും. അതോടൊപ്പം തന്നെ അവയെക്കുറിച്ച് പരിശുദ്ധ സഭ CCCയിൽ എങ്ങനെ സംസാരിക്കുന്നു എന്നതിനെക്കുറിച്ചും നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ, ഇന്നത്തെ മണിക്കൂറിൽ നമ്മൾ പ്രത്യേകം ചെയ്യാൻ പോകുന്നത്. പരിശുദ്ധ സഭ ആരാണ് ഈ ആരാധനാക്രമത്തിൽ പങ്കുചേരുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ചുമ്മാ പെട്ടെന്ന് കേൾക്കുമ്പം അതിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ ആര്, നമ്മളൊക്കെ തന്നെയാണല്ലോ അതിനകത്ത് പങ്കുചേരുന്നത് എന്ന് പറയാൻ നമുക്ക് തോന്നും. പക്ഷേ ആരാണ് ഈ ക്രമത്തിൻ്റെ ഭാഗഭാക്കുകൾ എന്ന ഒരു ചോദ്യമുണ്ട്, പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. ആരാണ് എന്ന് ചോദിച്ചാൽ സാധാരണ പലതരത്തിലുള്ള ഉത്തരങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, ഈ വിഷയം സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. കഴിഞ്ഞ ഇടയ്ക്ക് ഞാനിങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വായിച്ച ഒരു സംഭവം, ഒരു മനുഷ്യൻ എഴുതിയേക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെയോ അവിടുത്തെ വീട് പണി കഴിഞ്ഞു, ബഹുമാനപ്പെട്ട വികാരിച്ചൻ്റെ അടുത്ത് പോയിട്ട് വീട് വെഞ്ചരിപ്പിൻ്റെ സമയം കണ്ട് ചോദിച്ചു. അപ്പോൾ അത് ചോദിച്ചപ്പോൾ അച്ഛന് ഈ ദിവസമൊന്നും ഇല്ലയെന്ന് അങ്ങാണ്ട് പറയുകയോ അങ്ങാണ്ട് ചെയ്തു. അപ്പം മനുഷ്യൻ്റെ ഇടവകക്കാരൻ്റെ ഒരു ആവശ്യത്തിന് ഇവിടെ അച്ഛൻ്റെ സമയമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു അച്ഛൻ, അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വരികയും എന്നിട്ട് അദ്ദേഹം താൻ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതെങ്ങനെയാണ്, വീട് വെഞ്ചരിക്കാനായിട്ട് എനിക്ക് വേറെ ആരുടെ ആവശ്യമൊന്നുമില്ല, എനിക്ക് തന്നെ പൗരോഹിത്യമുണ്ട്, ഞാൻ രാജകീയ പൗരോഹിത്യമുള്ള ആളാണ്, അതുകൊണ്ട് രാജകീയ പൗരോഹിത്യമുള്ള ആളുകളെ ശുശ്രൂഷിക്കാനാണല്ലോ ഈ ശുശ്രൂഷ പൗരോഹിത്യമൊക്കെ ഉള്ളത്. അപ്പോൾ അവർക്കതിന് നേരമില്ലെങ്കിൽ ഞങ്ങൾ തന്നെ അതങ്ങ് പരികർമ്മം ചെയ്യത്തോളാം, ഞങ്ങൾക്ക് തന്നെ അത് ചെയ്യാനൊക്കെ പറ്റും, അതുകൊണ്ട് എൻ്റെ വീട് ഞാൻ തന്നെയാണ് അങ്ങ് വെഞ്ചരിച്ചത്, അതുകൊണ്ട് എനിക്ക് വേറെ ആരുടെ ആവശ്യമില്ല എന്ന് പറയുകയൊക്കെ ചെയ്തു. പിന്നീട് ഒരു മൃതസംസ്കാര ശുശ്രൂഷയും ഇതുപോലെ എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളങ്ങ് നടത്തി എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ചില വാചകങ്ങളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. എന്താണ് പരിശുദ്ധ സഭ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ദൈവജനത്തിന് ആരാധനാക്രമം ദൈവജനത്തിൻ്റെതാണ്. മിശിഹായുടെ പൗരോഹിത്യം സ്വീകരിച്ചവർ തന്നെയാണ് ദൈവജനമൊക്കെ. അപ്പം അവർക്ക് ദൈവജനത്തിന് ഈ ആരാധനാക്രമ ശുശ്രൂഷകൾ നിർവഹിക്കാനുള്ള അവകാശമില്ലേ? ഇനി അവരതിൻ്റെ പങ്കാളികളൊന്നുമല്ല, വെറുതെ അവർ കാഴ്ചക്കാർ മാത്രമാണോ, വെറുതെ ഒന്ന് കണ്ടിട്ട് പോകുന്നവർ മാത്രമാണോ? എന്താണ് ഇതിനകത്തെ യാഥാർത്ഥ്യം? ഇതാണ് നമ്മൾ സംസാരിക്കുന്ന വിഷയം. CCC 1140 ഈ ലൂമൻ ജെൻസി ദൈവാരാധനയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 6-7 ഭാഗങ്ങളെ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വാചകത്തിൽ നമുക്ക് തുടങ്ങാം. അതിങ്ങനെയാണ്: സമൂഹം മുഴുവനുമാണ് ആരാധന ആഘോഷിക്കുന്നത്. അങ്ങനെയാണ്, സമൂഹം മുഴുവനുമാണ് ദൈവാരാധന ആഘോഷിക്കുന്നത്. ഇനി സമൂഹം മുഴുവൻ എന്ന് പറയുമ്പം അതിൻ്റെ അഡ്ജക്റ്റീവാണ്, ഞാനത് സ്കിപ്പ് ചെയ്തിട്ടാണ് അങ്ങനെ പറഞ്ഞത്. സമൂഹം മുഴുവനുമാണ് ആരാധിക്കുന്നതെന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം ഇവിടെ കൂട്ടിച്ചേർക്കും. എന്താണെന്നറിയാമോ? ശിരസ്സുമായി ഐക്യപ്പെട്ട മിശിഹ ശരീരമാണ് അത് ആഘോഷിക്കുന്നത്. ശിരസ്സുമായി ഐക്യപ്പെട്ടിരിക്കുന്ന മിശിഹായുടെ ശരീരമാണ് ഇതാഘോഷിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഉള്ളർത്ഥം? എന്താണ് ഇതിൻ്റെ ധ്വനി? അല്ലെങ്കിൽ അത് എന്താണ് സൂചിപ്പിക്കുന്നത്? ശിരസ്സുമായി ഐക്യപ്പെട്ട ക്രിസ്തു ശരീരം. ഇത് യഥാർത്ഥത്തിൽ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലൂടെ വിശദീകരിക്കപ്പെടുന്ന വാക്കുകളാണ് എന്ന് നിങ്ങൾക്കറിയാം. വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ ഈശോമിശിഹ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. സഭ അവിടുത്തെ ശരീരമാണ്, ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളുമാണ്. എത്രയോ തവണയാണ് ഈ കാര്യം പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ചിലപ്പോൾ, വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അനേകം പ്രാവശ്യം ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈശോമിശിഹായുടെ ശരീരമാണ് പരിശുദ്ധ സഭ, നമ്മൾ ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളാണ്. ഇങ്ങേയറ്റം എഫെസോസ് ലേഖനത്തിലൊക്കെ നമ്മൾ വിവാഹത്തിൻ്റെ പരികർമ്മത്തിലൊക്കെ വായിക്കാറുള്ളതാണ്. മിശിഹ തൻ്റെ ശരീരമാകുന്ന സഭയെ സ്നേഹിച്ചതുപോലെ ഈശോമിശിഹായും സഭയും തമ്മിലുള്ള ബന്ധം ഒരുതരം ന്യൂപ്ഷ്യൽ ബന്ധമാണെന്നും അങ്ങനെ ഒന്നായി തീർന്ന മിശിഹായാകുന്ന ഉത്ഥിതനായ മിശിഹായുടെ ശരീരത്തോട് സഭയാകുന്ന വധു ഒട്ടിച്ചു ചേരുന്നതാണ് സമ്പൂർണ്ണ ക്രിസ്തു എന്ന് വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കും. നമ്മൾ നേരത്തെ മുൻ ക്ലാസ്സുകളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മിശിഹായും അവിടുത്തെ സഭയും ഒരുമിച്ച് ചേർന്ന് സമ്പൂർണ്ണ ക്രിസ്തുവായി മാറുന്നു. മിശിഹായും അവിടുത്തെ സഭയും ഒരുമിച്ച് ചേർന്ന് സമ്പൂർണ്ണ ക്രിസ്തുവായി മാറുന്നു. അപ്പം പെട്ടെന്ന് നമുക്കത് കേൾക്കുമ്പോൾ തോന്നും, അപ്പം ഈശോമിശിഹ അങ്ങനെ പൂർണ്ണമല്ലേ, സമ്പൂർണ്ണമല്ലേ എന്നൊക്കെ ചോദിക്കാൻ തോന്നാൻ സാധ്യതയുണ്ട്. തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധനമാണത്. മിശിഹ പൂർണ്ണമാകുന്നത്, ഉദ്ധിതനായ മിശിഹ പൂർണ്ണമായിരിക്കുന്നത് ഈശോ മിശിഹായിൽ ഒട്ടിക്കപ്പെട്ട അവയവങ്ങളോട് കൂടി ചേർന്നാണ്.
അതുകൊണ്ടാണ് ഇത് പൗലോസ്ലീഹായുടെ വാക്കുകളോ കണ്ടുപിടുത്തമോ ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. നമ്മൾ വായിക്കും അത് ഈശോയുടെ വാക്കുകളിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കും, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങൾ അതിൻ്റെ ശാഖകളുമാണ്. ഞാനാണ് യഥാർത്ഥ മുന്തിരിച്ചെടി, നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ശാഖകളാണ്. എന്ന് വെച്ചാൽ ഒരു ശാഖ ഈ തായ്തണ്ടിൽ എങ്ങനെ വസിക്കുന്നോ അതുപോലെയാണ് നമ്മൾ മിശിഹായുടെ ശരീരത്തിൽ വസിക്കുന്നത്. ഇത് രണ്ടോട് കൂടുന്ന ഒറ്റ ചെടിയാണ്. എന്നിട്ട് കർത്താവ് തുറന്ന് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഒരു പരസ്പര അധിവാസം, ഒരു മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് ആണ് യഥാർത്ഥത്തിൽ സഭാജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരാണ് ആരാധനാക്രമം ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സഭ മുഴുവനുമാണ് എന്നാണ്. സഭ, തിരുസഭ എന്ന വാക്കിനെയാണ് ഇത്രയും വിശദീകരിച്ച് പറയുന്നത്. സമൂഹം മുഴുവനുമാണ്, ശിരസ്സുമായി ഐക്യപ്പെട്ട ക്രിസ്തു ശരീരമാണ് അത് ആഘോഷിക്കുന്നത്. ശിരസ്സുമായി ഐക്യപ്പെട്ട ക്രിസ്തു ശരീരം. ശരീരവും ശിരസ്സും രണ്ടല്ല. ശരീരത്തെ നിയന്ത്രിക്കുന്നത് ശിരസ്സാണ്, ശരീരമാണ് ശിരസ്സാണ് ശരീരത്തിൻ്റെ കേന്ദ്രം. അഥവാ മിശിഹായോട് ബന്ധപ്പെട്ട അവയവങ്ങളാണ് ഈ ആരാധന ആഘോഷിക്കുന്നത്. ഇനി അതുകൊണ്ട് തുറന്ന് വായിക്കുകയാണ്, ആരാധനാക്രമങ്ങൾ സ്വകാര്യ കർമ്മങ്ങളല്ല, മറിച്ച് ഐക്യത്തിൻ്റെ കൂദാശയായ സഭയുടെ, നോക്കുക, പരിശുദ്ധ സഭയെക്കുറിച്ച് സഭ തന്നെ മനസ്സിലാക്കുന്നത് അത് ഐക്യത്തിൻ്റെ കൂദാശയാണ് എന്നതാണ്. പരിശുദ്ധ സഭ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതുകൊണ്ടാണ് കൂട്ടായ്മ, വിധേയത്വം, അതുവഴി ഉണ്ടാകുന്ന ഐക്യം, ഇതൊക്കെയാണ് തിരുസഭയുടെ അസ്തിത്വത്തിൻ്റെ ആധാരം. അസ്തിത്വം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് ഓർക്കുന്നുണ്ടാകുമായിരിക്കും. തിരുസഭ പഠിപ്പിക്കുകയാണ്, ആരാധനാക്രമങ്ങൾ സ്വകാര്യ കർമ്മങ്ങളല്ല. എന്ന് വെച്ചാൽ ഓരോരുത്തരും അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒരു കൂട്ടം ആളുകളോ സ്വകാര്യമായി ചെയ്യുന്ന പ്രവൃത്തിയല്ല. ഇപ്പം നമ്മളിപ്പം ഒരു വൈദികൻ, ദിവ്യജനത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു വൈദികൻ സ്വകാര്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണെന്ന് കരുതി, ഇംഗ്ലീഷിൽ അതിൻ്റെ പ്രൈവറ്റ് മാസ് എന്നൊക്കെ പറയാറുണ്ട്, സ്വകാര്യമായ പരിശുദ്ധ കുർബാന വ്യക്തിപരമായി അർപ്പിക്കുകയാണെന്ന് കരുതുക. അല്ലെങ്കിൽ ഒരു വൈദികൻ 2 ശുശ്രൂഷകൾ മാത്രമുള്ള ഒരു കുഞ്ഞ് സെമിനാരിൽ അവധിക്കാലത്തൊക്കെയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ 2 പേര് മാത്രമേ, 2 പ്രദേശം മാത്രമല്ല. അപ്പോൾ അവരുടെ കൂടെ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് തോന്നാം, ഇവർ 3 പേരുടെ കുഞ്ഞൊരു ഗ്രൂപ്പാണല്ലോ ഉള്ളത്. അല്ലെങ്കിൽ ഒരു അച്ഛന് ബലിയർപ്പിക്കുമ്പോൾ അച്ഛന് തോന്നാവും, ഞാൻ മാത്രമേ ഉള്ളൂ, ഇനിയിപ്പോൾ ഞാൻ ഇതിനെ ഞാൻ ജനത്തിന് വേണ്ടിയല്ല ബലിയർപ്പിക്കേണ്ടത്, അപ്പോൾ ജനമില്ലാതിരിക്കെ പിന്നെ ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ബലിയർപ്പിക്കുന്നതിന് എന്താണ് പ്രസക്തിയുള്ളത് എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും ഓർക്കണം, എല്ലാ ആരാധനാക്രമ ആഘോഷങ്ങളും അത് എവിടെ അർപ്പിക്കപ്പെട്ടാലും, എത്ര ചെറിയ ദൃശ്യ സമൂഹത്തെ അർപ്പിക്കപ്പെട്ടാലും, എത്ര വലിയ കൂട്ടായ്മയ്ക്കകത്ത് അർപ്പിക്കപ്പെട്ടാലും, അവർ മാത്രമല്ല അവിടുത്തെ പങ്കാളികൾ. പരിശുദ്ധ സഭ മുഴുവനുമാണ് അതിൽ പങ്കാളിയാകുന്നത്. തിരുസഭ എന്ന ഗാത്രമാണ് ഈ ദൈവാരാധന അർപ്പിക്കുന്നത്. നമ്മൾ സിറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാനയിലൊരു വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. വചന ശുശ്രൂഷയൊക്കെ ശേഷം കാർമികൻ മദ്ബഹായിൽ പ്രവേശിച്ച ശേഷം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിക്കും. അത് ആശീർവദിക്കുന്നത് ആരെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആശീർവദിക്കുമ്പോൾ സാധാരണഗതിയിൽ ദൈവജനത്തോട് തിരിഞ്ഞാണല്ലോ അങ്ങനെ ആശീർവദിക്കേണ്ടത്, ശരിയല്ലേ? പക്ഷേ ഇവിടെ ഈ ദിവ്യരഹസ്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന അൽത്താരയുടെ മുകളിലാണ് കാർമികൻ നമ്മോടത്തുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിക്കുന്നത്. നമ്മളത് ഗാനത്തിൽ ആലപിക്കാറുണ്ട്, നമ്മോടത്തുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ആലപിക്കാറുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ വിചാരിച്ചിട്ടുണ്ട്, ഇതെന്താണ് ഈ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെയല്ലേ ആശീർവദിക്കേണ്ടത്? നമ്മളൊക്കെ ഇവിടെ നിൽക്കുമല്ലോ, ഇത്രയും ആളുകൾ അവിടെ നിൽക്കുമ്പം അച്ഛൻ എന്താണ്? ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ കാരണം ഇതാണ്, ആ അൾത്താരയിൽ, ആ പരിശുദ്ധ മദ്ബഹായിൽ, ആ അൾത്താരയിൽ ദൈവജനം മുഴുവനും, ശുദ്ധീകരണ സമൂഹം മുഴുവനും, സ്വർഗവാസികൾ മുഴുവനും, മാലാഖമാരും ക്രോവന്മാരും ശ്രാപ്പന്മാരും മുഴുവനും അവിടെ സന്നിഹിതമാണ്. ഇവരെല്ലാവരും സന്നിഹിതമാണ്. എന്നുവെച്ചാൽ സ്വർഗീയ സമൂഹം കൂടി അവിടെ സന്നിഹിതമാണ്. സ്വർഗീയ സമൂഹത്തോട് ഒരുമിച്ചായിരിക്കുന്ന, എന്ന് വെച്ചാൽ ആ ഒരുമിച്ചാകൽ പൂർത്തിയായിട്ടില്ലാത്ത, അതും കൂടെ നമ്മൾ ഓർക്കണം. പൂർത്തിയാകുന്നത് സ്വർഗത്തിലാണ്, നമ്മൾ വായിക്കുക ഉടനെ തന്നെ പൂർത്തിയായിട്ടില്ല. പക്ഷേ പൂർത്തിയാകാൻ വേണ്ടി കാത്തിരിക്കുന്ന, ഈ ഭൂമിയിൽ തന്നെ സമാരംഭിച്ചിരിക്കുന്ന സമൂഹം മുഴുവനും അവിടെ സന്നിഹിതമാണ്. അപ്പോൾ അതുകൊണ്ട് കാർമികൻ തിരിഞ്ഞ് ജനത്തെ ആശീർവദിക്കുന്നതിനേക്കാൾ ഒത്തിരി അർത്ഥപൂർണമാണ് അൾത്താരയെ അഥവാ അവിടെ ഒരുക്കിയിരിക്കുന്ന വിശുദ്ധ രഹസ്യങ്ങളാണ് എൻ്റെ കേന്ദ്രം, അവിടെ ആശീർവദിക്കുന്നത്. അവിടെ നമ്മളെല്ലാവരും സന്നിഹിതരാണ്, നമ്മളെല്ലാവരും അവിടെ സന്നിഹിതരാണ്. അപ്പം യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഒക്കെ ഉണ്ടാകാവുന്ന ഒരു വലിയ തെറ്റിദ്ധാരണ, ആളുകളുടെ തെറ്റിദ്ധാരണ, ജനം അവിടെ നിൽക്കുന്നു, അച്ഛൻ അവിടെ നിൽക്കുന്നു, കുറച്ച് പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നു എന്നല്ല. നാം എല്ലാവരും അൾത്താരയിലാണ് യഥാർത്ഥത്തിൽ സന്നിഹിതരായിരിക്കും. നമ്മളെല്ലാവരും അവിടെ സന്നിഹിതരാണ്, നമ്മളവിടെ സന്നിഹിതരാണ്. ഇത് ഒരു ഇത്തിരി വിദൂരമായി അതിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്.
ഈ ശുശ്രൂഷി എന്ന് വിളിക്കപ്പെടുന്ന ഡീക്കൻ പറയുന്നത് സമാധാനം നമ്മോട് കൂടെ. സമാധാനം എന്ന് പറയുന്നത് അത് ഒരു മനസ്സിൻ്റെ സമാധാനമല്ല, മനസ്സിന് സമാധാനം ഉണ്ടായിക്കോട്ടെ എന്നല്ല അതിൻ്റെ അർത്ഥം. പകരം സമാധാനമാകുന്ന മിശിഹ അവിടുന്ന് തന്നെ പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ പറഞ്ഞു സമാധാനം നിങ്ങളോട്, ഇതാ ഞാൻ നിങ്ങളോട് കൂടെ എന്ന് അരുൾ ചെയ്തുകൊണ്ടാണ് അവിടുന്ന് സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്തത്. അപ്പം ഞാനിതാ നിങ്ങളുടെ കൂടെ എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. അപ്പോൾ സമാധാനം നമ്മോട് കൂടെ എന്ന് ഒരു ശുശ്രൂഷി പറയുന്നത് ഇതാ മിശിഹ നമ്മുടെ കൂടെയുണ്ട് എന്നാണ്. അത് അടുത്ത് നിന്ന് കാണുന്ന ശുശ്രൂഷയാണ് അത് വിളിച്ചു പറയുന്നത്. ഇനി അതുകൊണ്ട് അതിൻ്റെ ഒരു ധ്വനി അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നമ്മുടെ കൂടെയുള്ള മിശിഹായെ അനുഭവിക്കുന്നവരാണ്, ദൂരെ നിന്ന് കാണുന്നവരോ ഒന്നുമല്ല. അത് നമ്മളതിനെ അടുത്ത് അനുഭവിക്കുന്നവർ തന്നെയാണ്. ഇനി അടുത്ത കാര്യം, ഈ അനുഭവിക്കൽ വെറും ഇന്ദ്രിയപരമല്ല താനും. ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ആളുകൾക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് കുർബാന കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ ആളുകളൊക്കെ പരിതപിക്കുന്ന നിങ്ങൾ കേട്ടിട്ടില്ലേ? അച്ഛൻ അവിടെ നിൽക്കുന്നു, അതുകൊണ്ട് അച്ഛൻ്റെ അപ്പുറത്താണ് ഈ കസയും പിലാസയൊക്കെ വെച്ചേക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ ദൈവജനമല്ലേ, ഞങ്ങൾക്ക് കാണാൻ അവകാശമുള്ളവരല്ലേ, ഞങ്ങൾക്കെന്താ കാണാൻ, ഞങ്ങളെന്താ അത് കാണിക്കാതെ ഒളിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണോ? ഞങ്ങളിപ്പോഴും വെറും ദൈവത്തോട് അടുക്കാനൊന്നും സാധ്യതയില്ലാത്ത മാറ്റി നിർത്തപ്പെട്ട ആളുകളാണോ, അച്ഛനും മാത്രം പോയിട്ട് അവിടെ പോയി നർപ്പിക്കാൻ എന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കണം, സഭാഗാത്രം മുഴുവനും ആ രഹസ്യങ്ങളോടൊത്ത് അവിടെ സന്നിഹിതമാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മളുള്ളത്. നമ്മുടെ ശാരീരികമായി ദൂരെയാണ് നിൽക്കുന്നതെങ്കിലും നമ്മൾ അവിടെയാണുള്ളത്. ഇപ്പോൾ ഒരു ദേവാലയത്തിന് അങ്ങനെ നോക്കിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ഒത്തിരിയല്ലേ. ഒരു ദേവാലയത്തിൽ ഇച്ചിരി ദൂരെ പുറകിൽ നിൽക്കാനായിട്ട് ഇപ്പോൾ എല്ലാവരും കഴിയുമ്പം പുറകിൽ നിൽക്കുന്ന ആളുകൾക്ക് അപ്പം ഈശോയെ കാണാനും കഴിയില്ലല്ലോ. അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചയില്ലാത്തൊരു പാവ അമ്മച്ചി അത് പരിശുദ്ധ കുർബാനയ്ക്ക് വരുന്നു. ആ അമ്മയ്ക്ക് എങ്ങനെയാണ് കുർബാനയിൽ ഈശോയെ അനുഭവിക്കാൻ പറ്റുന്നത്? കാണാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ പലപ്പോഴും ഈ ദൈവിക രഹസ്യങ്ങളെ, സൂപ്പർ നാച്ചുറൽ റിയാലിറ്റീസിനെ, അഭൗമിക രഹസ്യങ്ങളെയൊക്കെ ഇന്ദ്രിയപരമായി റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആളുകൾക്കുണ്ട്. എന്ന് പറഞ്ഞാൽ അത് വളരെ വെറും ഫിസിക്കലാണെന്നോ ഒരു ആചാര അനുഷ്ഠാനങ്ങൾ മാത്രമാണെന്നൊക്കെ തോന്നിപ്പിക്കാനുള്ള ഒരു പ്രവണത മനുഷ്യർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത് കാണരുതെന്നോ അടുത്ത് നിൽക്കരുതെന്നോ അല്ല അതിൻ്റെ അർത്ഥം. പകരം അവയെ കുറച്ചുകൂടെ ആന്തരിക നേത്രങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന നമ്മുടെ ദൃശ്യപരതയ്ക്ക് അപ്പുറത്തുള്ള രഹസ്യങ്ങളായിട്ട് അവയെ മനസ്സിലാക്കണം. അവ രഹസ്യങ്ങളാണ്. ശരിക്കും അടുത്തു വന്ന് നിന്നു എന്ന് തന്നെ കരുതുക. നമ്മളതിന് മുമ്പിൽ വന്ന് നിന്നു കരുതുക. ഒരു കസയിലേക്ക് നോക്കുന്നു, അവിടെ നോക്കുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ നമ്മൾ മുൻപ് കണ്ട വീഞ്ഞല്ലാതെ വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ അല്ലാതെ മിശിഹായുടെ വ്യക്തിത്വത്തെ അവിടെ കാണാൻ പറ്റില്ല. നമ്മുടെ സന്നിഹിതമാകുന്ന മിശിഹ എന്ന ദൈവിക വ്യക്തിയാണ്. അപ്പം മിശിഹ എന്ന വ്യക്തി സന്നിഹിതമാകുന്നത് കണ്ണുകൾക്ക് കാണാവുന്ന രൂപത്തിലല്ലോ. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും ഈ ആരാധനകർമ്മ അനുഷ്ഠാനത്തിൻ്റെ ദൃശ്യപരത, അതിൻ്റെ സെൻസ് പ്രോക്സിമിറ്റി എന്ന് പറയുന്ന കാര്യം അത് ഉള്ളത് നല്ലതാണ്. പക്ഷേ അത് ആണ് അതിൻ്റെ എല്ലാം എന്ന് കരുതരുത്. അതിനപ്പുറത്ത് ഒരാൾ തൻ്റെ ആത്മാവിൽ അനുഭവിക്കുന്ന ഒരു വശം കൂടെ അതിന് പ്രധാനമായിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. എന്തുകൊണ്ടാണ് ഈ ഐക്യത്തിൻ്റെ കൂദാശ അത് കൂട്ടായ്മയുടെ കൂദാശയാണ്. ഒരച്ഛൻ മാത്രമായി പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്തും ദൈവജനം മുഴുവനും അവിടെ സന്നിഹിതമാണ്. ദൈവജനത്തിന് മുഴുവനും അവിടെ സാന്നിധ്യമുണ്ട്. നമ്മൾ അറിഞ്ഞും അറിയാതെയും അവിടെ സാന്നിധ്യമുണ്ട്. ഇനി അതുകൊണ്ട് തിരുസഭ ഇങ്ങനെ പറയും, അവ സ്വകാര്യ കർമ്മങ്ങളല്ല, പകരം അവ സഭയുടെ കർമ്മങ്ങളാണ്, സഭ മുഴുവനാണ് അർപ്പിക്കുന്നത്. ഇനി അതായത് എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അതായത് മെത്രാന്മാരുടെ അധികാരത്തിൻ്റെ കീഴിൽ ഒന്നിപ്പിക്കപ്പെടുകയും ക്രമീകരിക്കപ്പെടുകയും ചെയ്ത വിശുദ്ധ ജനത്തിൻ്റെ ആഘോഷങ്ങളാണ് അവ. ഈ ആരാധനാക്രമ ആഘോഷങ്ങൾ ആരുടേതാണ്, അതിൻ്റെ ക്യാരക്ടർ എന്താണ് എന്ന ചോദ്യത്തിൻ്റെ പരിശുദ്ധ സഭയുടെ ഉത്തരം ഇങ്ങനെയാണ്: അവ മെത്രാന്മാരുടെ അധികാരത്തിൻ്റെ കീഴിൽ ഒന്നിപ്പിക്കപ്പെടുകയും ക്രമീകരിക്കപ്പെടുകയും ചെയ്ത വിശുദ്ധ ജനത്തിൻ്റെ ആഘോഷങ്ങളാണ്. പരിശുദ്ധ സഭഗാത്രത്തിൻ്റെ ആഘോഷമാണ് അവ. സമൂഹത്തിൻ്റെ മുഴുവനും ആഘോഷമാണ്. അതുകൊണ്ട് അവ സഭാശരീരം മുഴുവൻ്റേതുമാണ്. സഭയുടെ ഗാത്രത്തിൻ്റെ മുഴുവനുമാണ് ഈ ആരാധനാ സമൂഹം. അത് അച്ഛന്മാരുടെ മാത്രമല്ല, മെത്രാന്മാരുടെ മാത്രമല്ല, ദൈവജനത്തിൻ്റെ മാത്രമല്ല, സഭാഗാത്രത്തിൻ്റെ മുഴുവനുമാണ്. അതാണ് ആദ്യം പറയുന്ന കാര്യം. എന്നിട്ട് അതിൻ്റെ പടിപടിയായി നമ്മൾ മാറി പോകും. ആദ്യം പറയുന്ന കാര്യം ഇതാണ്. ഇനി അതിനെ അവ വെളിപ്പെടുത്തുന്നു, അതിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു. എന്നാൽ അവ ഓരോ അംഗത്തെയും അവരവരുടെ സ്ഥാനക്രമം, ശുശ്രൂഷാധർമ്മം,
അവയിലുള്ള യഥാർത്ഥ ഭാഗഭാഗിത്വം എന്നിവയനുസരിച്ച് വിവിധ രീതികളിൽ സ്പർശിക്കുന്നു. ഈ ദൈവാരാധനയുടെ ഒരു വലിയ പ്രത്യേകത, ദൈവാരാധനയിൽ പങ്കെടുക്കുന്ന സമൂഹം മുഴുവനുമാണെങ്കിലും അതിലെ ഓരോരുത്തർക്കും അതിൻ്റെ ഭാഗഭാഗിത്വത്തിൽ, പങ്കാളിത്തത്തിനകത്ത് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ചെറുതെന്നല്ല, സാരമായ വ്യത്യാസങ്ങളുണ്ട്, ദൗത്യപരമായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവരവരുടെ സ്ഥാനക്രമം, മെത്രാൻ്റെ സ്ഥാനം, വൈദികൻ്റെ സ്ഥാനം, ശുശ്രൂഷയുടെ സ്ഥാനം, ഡീക്കൻ്റെ സ്ഥാനം, ദൈവജനത്തിൻ്റെ സ്ഥാനം, ഇങ്ങനെ സ്ഥാനക്രമങ്ങളുണ്ട്. അതുപോലെ ശുശ്രൂഷാധർമ്മമുണ്ട്. ശുശ്രൂഷാധർമ്മം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ശുശ്രൂഷാധർമ്മം എന്ന് പറഞ്ഞാൽ ദൈവജനം മുഴുവനുമാണ് അത് അർപ്പിക്കുന്നതെങ്കിലും ദൈവജനത്തിൽ അവരോരോരുത്തരും സ്വീകരിച്ചിരിക്കുന്ന ശുശ്രൂഷ സ്ഥാനത്തിനനുസരിച്ച് ഒരു ദൈവാരാധനയിൽ അവരോരോരുത്തരും നിർവഹിക്കേണ്ട റോളുകളുണ്ട് എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവർ പങ്കാളികളാകുന്ന റോളുകളുണ്ട്. എന്നിവയനുസരിച്ച് വിവിധ രീതിയിൽ സ്പർശിക്കും. ഇക്കാരണത്താൽ ആരാധനയ്ക്കായി സന്നിഹിതരാവുകയും സജീവമായ രീതിയിൽ പങ്കുചേരുകയും ചെയ്യുന്ന വിശ്വാസികളോടൊപ്പം പൊതുവായി ആഘോഷിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ള കർമാനുഷ്ഠാനങ്ങൾ വ്യക്തിപരവും ഏറെക്കുറെ സ്വകാര്യവുമായി ആഘോഷിക്കാതെ ആവുന്നത്ര പൊതുവായി തന്നെ ആഘോഷിക്കണമെന്ന് സാക്രസംഘം കൊൺസീലിയം 27-ാമത്തെ പാരഗ്രാഫിൽ നമ്മളോട് പറയും. സാധിക്കുന്നിടത്തോളം അത് പൊതുവായി തന്നെ ആഘോഷിക്കണം. ദൈവാരാധന പരമാവധി കഴിയുന്നിടത്തോളം പൊതുവായി തന്നെ ആഘോഷിക്കാനുള്ള ശ്രമം നടത്തണം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് അതിൻ്റെ ഉള്ളർത്ഥം? അതിൻ്റെ ഉള്ളർത്ഥം അതൊരു പ്രൈവറ്റ് ഡിവോഷനായിട്ട് മാറരുത് എന്നാണ്. ഒരാൾ അർപ്പിക്കുമ്പോഴും അവിടെ സഭ സന്നിഹിതമാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അതോടൊപ്പം ആ യാഥാർത്ഥ്യത്തെ, ആ പ്രതീകത്തെ യാഥാർത്ഥ്യവൽക്കരിക്കാൻ കഴിയുന്ന വിധത്തിൽ സഭാഗാത്രം പൊതു ആഘോഷമായവ നടത്തേണ്ടതുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഒരു പരിശുദ്ധ കുർബാന ഏറ്റവും അതിൻ്റെ സമ്പൂർണ്ണ അർത്ഥത്തിൽ അത് മീനിങ് ഫുള്ളായിരിക്കുന്നത് ദൈവജനത്തോട് ചേർന്ന് മെത്രാൻ തൻ്റെ വൈദിക ഗണത്തിൻ്റെ സാന്നിധ്യത്തിൽ ഡീക്കന്മാരോടൊത്ത് അർപ്പിക്കുമ്പോഴാണ്. അതാണ് പരസ്യമായ ഏറ്റവും പൂർണ്ണതയുള്ള, അതിൻ്റെ എല്ലാ അർത്ഥതലങ്ങളിലും സമ്പൂർണ്ണത ഉള്ള ആരാധനയെന്ന് പറയുന്ന ആരാധനാ രൂപം എന്ന് പറയുന്നത് ഈ പറഞ്ഞതാണ്. മെത്രാൻ അത് ആഘോഷിക്കുമ്പോഴാണ്, മെത്രാൻ തൻ്റെ വൈദിക സമൂഹത്തോടൊത്ത് ആഘോഷിക്കുമ്പോഴാണ്, ഡീക്കന്മാരുടെ സാന്നിധ്യത്തിലും അവരുടെ ശുശ്രൂഷയിലും ആഘോഷിക്കുമ്പോഴാണ്, ദൈവജനത്തോടൊത്ത് ആഘോഷിക്കുമ്പോഴാണ്. അപ്പോഴാണത് അതിൻ്റെ പൂർണ്ണത സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കണം, എല്ലാ കൂദാശകൾക്കും ഇത് ബാധകമാണ്. എല്ലാ കൂദാശകൾക്കും അത് ബാധകമാണ്. എനിക്കൊരു കുഞ്ഞു കാര്യം, ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസക്തമായ ഒരു വിഷയം പറയാനുള്ളത്, ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഈ ആരാധനാക്രമങ്ങളെ പലപ്പോഴും നമ്മൾ വല്ലാതെ സ്വകാര്യവൽക്കരിക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. സ്വകാര്യവൽക്കരിക്കുന്ന പ്രവണത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഇടവക ദേവാലയത്തിൽ ഒരു വിവാഹം പരികർമ്മം ചെയ്യപ്പെടുന്നു. സാധാരണഗതിയിൽ നമ്മൾ എന്താ വിചാരിക്കുകയുള്ളൂ? എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോവുക, അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുന്നത്. എന്നെ വിളിച്ചിട്ടില്ലാത്തൊരു കല്യാണം, ഞാൻ പിന്നെ ഇതിന് പോകണം, എന്നെയൊന്നും വിളിച്ചിട്ടില്ല, ഞാനിന്ന് പോകുന്നില്ല എന്ന്. ഇപ്പോൾ ഒരു പരിശുദ്ധ മാമോദിസ പരികർമ്മം ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ആളാണെങ്കിൽ പോലും ചിലപ്പോൾ അത് അവരുടെ മാമോദിസല്ലേ, അങ്ങനെ വിളിച്ചൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് പോകുന്നില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ലേ, നമ്മളങ്ങനെ പറയും. അതുപോലെ ഒരു രോഗീലേപനം നൽകപ്പെടാൻ പോകുന്നു. അപ്പോൾ അച്ഛൻ അവിടെ ചെല്ലുന്ന വീട്ടിലാരെങ്കിലും അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ വീട്ടുകാരുണ്ടാവുമായിരിക്കും, എന്നിട്ട് രോഗീലേപനം കൊടുക്കും. സത്യത്തിൽ ഈ പരിശുദ്ധ കുർബാനയ്ക്ക് അങ്ങനെ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നെങ്കിൽ ആർക്കും ഒരു ജാള്യതയോ വിഷമമൊന്നുമില്ല. നമ്മളതിനകത്ത് ചെല്ലുകയും നമ്മളതിനകത്ത് പങ്കാളിയൊക്കെ ആവുകയും ചെയ്യും. എന്നാൽ നമ്മൾ ഓർക്കണം, എല്ലാ കൂദാശകളും സഭയുടെ പൊതു ആഘോഷമാണ്. അതാർക്കും ആരുടെയോ ഏതെങ്കിലും ഒരു ഫാമിലിയുടെയോ ഒന്നുമല്ല. ഇവൻ എന്താ പറയുക, ഒരു പരിശുദ്ധ മാമോദിസ പരികർമ്മം അല്ലെങ്കിൽ വിവാഹം നടക്കുന്നതിനകത്ത് ആ വിവാഹം എന്ന കൂദാശയുടെ പരികർമ്മത്തിൽ ആ ഇടവക സമൂഹത്തിന് മുഴുവനും പങ്കാളിത്തമുണ്ട്. ഇടവക സമൂഹത്തില്ല, സഭയ്ക്ക് മുഴുവനും പങ്കാളിത്തമുണ്ട്. ഇനി നിങ്ങളെ വിളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഭക്ഷണത്തിന് പോകാതിരിക്കാം. പക്ഷേ പലപ്പോഴും നമ്മുടെ ആളുകളുടെ മനസ്സിൽ ഒരു കല്യാണത്തിന് പോകുക എന്ന് പറഞ്ഞാൽ അത് സാധാരണഗതിയിൽ ആളുകളൊക്കെ അങ്ങ് ആരും പറയാതെ തന്നെ അങ്ങ് തെറ്റിദ്ധരിക്കാറുള്ളത് വിരുന്നിന് പോവുക എന്നാണ്, അല്ലേ? വിരുന്നിന് പോകാൻ നമ്മുടെ സമൂഹത്തിൻ്റെയൊക്കെ, വിശ്വാസ സമൂഹത്തിൻ്റെയൊക്കെ ഒരു വലിയൊരു കുറവായിട്ട് ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് ഓർക്കാറുണ്ട്. നമ്മളൊരു ഉദാശയ പരികർമ്മത്തെയൊക്കെ നമ്മൾ പലപ്പോഴും വെറുതെ ഒരു വെറും വിരുന്നായി, അഥവാ ഭൗതിക ഭക്ഷണത്തിൻ്റെ വിരുന്നായിട്ട് കണക്കാക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ ചില ഇപ്പോൾ ഒരു വിവാഹത്തിന് ക്ഷണിക്കപ്പെടുന്ന ആളുകൾ, അതിനകത്തൊരു ചെറിയ ശതമാനമെങ്കിലും ദേവാലയത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യാതെ നേരെ ഓഡിറ്റോറിയത്തിൽ പോകുന്നു, അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു, എന്നിട്ട് പിരിഞ്ഞു പോകുന്നു. എന്ന് വെച്ചാൽ ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ ചെല്ലേണ്ടത്, അവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഭാഗവാക്കുകളാകേണ്ടതെന്നുള്ള ഒരു തെറ്റിദ്ധാരണ എങ്ങനെയോ മനുഷ്യരുടെ ഉള്ളിലുണ്ട്. ഇനി മറുവശത്ത് തെറ്റിദ്ധാരണയല്ലെന്നുണ്ടെങ്കിൽ മറുവശത്ത് അതൊരു വലിയ നിന്ദയാണ്.
വലിയൊരു അവഹേളനമാണ്. കാരണം എന്താണ്? പരിശുദ്ധാരൂപി വലിയ ശക്തിയോടെ നിറഞ്ഞു വസിക്കുന്ന കർത്താവായ മിശിഹ തൻ്റെ പീഡാസഹനത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന പരിശുദ്ധ സഭയുടെ ഉന്നതമായ ഒരു ദൈവ ആരാധനയുടെ ആഘോഷം നടക്കുന്ന സമയത്ത്, ദൈവാത്മാവ് അവിടെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത്, ദൈവജനത്തിന് മിശിഹ ആ വലിയ ദാനം നൽകുന്ന സമയത്ത് അതിനൊന്നും മൈൻഡ് ചെയ്യുക പോലും ചെയ്യാതെ തൻ്റെ ഭക്ഷണം, തൻ്റെ ഉദരത്തിൻ്റെ നിറയ്ക്കൽ, അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ എന്തുമാത്രം ഈശോയിൽ നിന്ന് അകലെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. എന്തുമാത്രം ഈ ദൈവിക ബന്ധത്തിൽ നിന്ന് ദൂരെ ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയാണോ നമ്മുടെ വിരുന്ന് നടത്തുന്നത്? ഇപ്പോൾ പലപ്പോഴും ഈ വിവാഹമൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് നിങ്ങൾ കല്യാണം വിളിക്കാനായിട്ടൊക്കെ പോകത്തില്ല, അങ്ങനെയാണല്ലോ പറയുന്നത്, കല്യാണം വിളിക്കാൻ പോകുന്നൊക്കെ പറയില്ലേ. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആളുകളോടൊക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് കല്യാണം വിളിക്കാറുള്ളതെന്ന് ചോദിക്കുക. അപ്പോൾ ചെല്ലുമ്പം സാധാരണ പറയും, നമ്മുടെ ഈ ഇന്ന ഓഡിറ്റോറിയത്തിലാട്ടോ പരിപാടിയൊക്കെ ഉള്ളത്, വരണേ എന്നൊക്കെയാണ് പലപ്പോഴും പല ആളുകൾ പോയി പറയുന്നത്. അപൂർവം ആളുകളെ പോലും ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഒരു വീട്ടിലൊക്കെ ചെന്നിട്ട് ഞങ്ങളുടെ മകളുടെ വിവാഹം എന്ന കൂദാശ പരികർമ്മം ചെയ്യപ്പെടുകയാണ്, വിവാഹം എന്ന പരിശുദ്ധ കൂദാശ പരികർമ്മം ചെയ്യപ്പെടുകയാണ്, ഇന്ന ദേവാലയത്തിലാണ് അത് പരികർമ്മം ചെയ്യപ്പെടുന്നത്, ഇത്ര മണിക്കാണ്, നിങ്ങൾ നേരത്തെ എത്തി ആ കൂദാശയിൽ പങ്കെടുക്കുകയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ, കാരണം നിങ്ങൾ അവരുടെ വളർച്ചയിലൊക്കെ ഒത്തിരി ഇടപെട്ടിട്ടുള്ള പങ്കാളികളായിട്ടുള്ള ആളുകളാണല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും സാന്നിധ്യവും ഈ കൂദാശ പരികർമ്മം ചെയ്യപ്പെടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. പിന്നെ അത് കഴിയുമ്പം ഇവിടെ ഒരു ഭക്ഷണവും സ്നേഹവിരുന്നൊക്കെ ഉണ്ട്, അതിലും കൂടെ പങ്കെടുക്കണം എന്ന വിധത്തിൽ ഒരു വിവാഹത്തിന് ക്ഷണിക്കുന്ന ആളുകൾ പോലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി കുറവല്ലേ? ശരിയല്ലേ? പലപ്പോഴും ഈ കല്യാണത്തിനെ കുറിച്ച് ഇന്ന ഓഡിറ്റോറിയത്തിലാട്ടോ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര മണിക്കാ ഇന്ന പള്ളിയ എന്നൊക്കെ എന്ന് പറയും. പക്ഷേ അതൊരു കൂദാശയാണ് എന്ന് പറയുകയും ഈ കൂദാശ പരികർമ്മത്തിലാണത് പങ്കെടുക്കേണ്ടതെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് എപ്പോഴും ഉചിതമാണ്. അതുകൊണ്ട് തന്നെ ഒരു ദേവാലയത്തിൽ നടക്കുന്ന വിവാഹം എന്ന പരികർമ്മത്തിലോ പരിശുദ്ധ മാമോദിസയുടെ പരികർമ്മം നടക്കുമ്പോഴോ ഒക്കെ നമുക്കെല്ലാവർക്കും തുല്യമായ സ്ഥാനം അതിനകത്തുണ്ട്. അത് വിളിക്കപ്പെട്ടാലും വിളിക്കപ്പെട്ടില്ലേലും നമ്മളെല്ലാവരും മുന്നേ മിശിഹായാൽ വിളിക്കപ്പെട്ടവരാണ്. ഈശോ മിശിഹായാൽ മുന്നേ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ പിന്നെ അത് നടത്തുന്ന ആളുകളുടെ വിളിക്കലുമായിട്ട് ഇതിനെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കരുത്. കാരണം അവർക്ക് വിളിക്കാൻ പറ്റുന്നത് ഈ തിരുക്കർമ്മത്തിനകത്തേക്കുള്ള ക്ഷണമല്ല, പകരം അവർക്ക് അവരുടെ പ്രൈവറ്റ് ആഘോഷത്തിനകത്തേക്കോ അല്ലെങ്കിൽ അതിൻ്റെ സ്നേഹവിരുന്നിലോ ഫുഡിലേക്കൊക്കെയുള്ള ക്ഷണമാണ്. പക്ഷേ അതിനപ്പുറത്ത് ആ സമൂഹത്തിൻ്റെ മുഴുവനുമാണത്. ഈ ഒരു ഇടവകയിൽ ഒരു കൂദാശ പരികർമ്മം ചെയ്യപ്പെടുമ്പം ആ ഇടവകയിലെ മുഴുവൻ അംഗങ്ങൾക്കും അതിനകത്ത് പങ്കാളികളാവാനുള്ള അവകാശമോ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കടമയുണ്ടെന്ന് വേണം പറയാൻ. കാരണം ഒരു വിവാഹം പരികർമ്മം ചെയ്യപ്പെടുന്നു, അത് തിരുസഭയുടെ ആഘോഷമാണ്, ഒരു വ്യക്തിയുടെ ആഘോഷമല്ല. അതിനെ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്ന ചില ഘടകങ്ങൾ അതിനകത്ത് തന്നെയുണ്ടെന്നല്ല, എല്ലാ ഘടകങ്ങളും അങ്ങനെ തന്നെയാണ്. വിവാഹത്തിന് രണ്ട് പേര് തമ്മിൽ വിവാഹം അതൊരു ആരാധനാക്രമത്തിൻ്റെ ഭാഗമാണല്ലോ ഇതല്ല, ഈ കുദാശയൊക്കെ. വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നു. ആരാണ് ഇവരുടെ കല്യാണം അന്വേഷിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആരാണ് ഇവരുടെ കല്യാണം അന്വേഷിക്കുന്നത്? ഞാൻ പ്രീക്കാനിക്കൊക്കെ വരുമ്പം പലപ്പോഴും ഇവരോട് ചോദിക്കാണ്ട് ആരാണ് നിങ്ങളുടെ കല്യാണം അന്വേഷിച്ചത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അവർ പറയും ബ്രോക്കറാണ് ആലോചിച്ചത്, പിന്നെ ചിലപ്പോൾ ഞാൻ അവിടുന്ന് കെട്ടിച്ചു വിട്ട ചേച്ചിയുടെ അവിടുത്തെ അയലോക്കത്തെ അവരാഘോഷിച്ചത്, അപ്പനും അമ്മയ്ക്ക് ആഘോഷിച്ചത് എന്നൊക്കെ പല ആളുകളും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ആരാണ് ഈ വിവാഹം ആഘോഷിക്കുന്നത് എന്നൊരു ചോദ്യമാണ്. ആരാണിത് അന്വേഷിക്കുന്നത്? ഇവരെ വിവാഹം കഴിക്കാനായിട്ട് ഇവരുടെ കല്യാണം അന്വേഷിച്ചത് ആരാണ്? കല്യാണം ആലോചന നടത്തിയത് ആരാണ്? പലപ്പോഴും നമ്മൾ ധരിക്കുന്നത് പോലെ ഈ ബ്രോക്കർമാരൊന്നും അല്ല കല്യാണം ആലോചിച്ചത്, പകരം ആരാണ്? പരിശുദ്ധ സഭയാണത് അന്വേഷിക്കുന്നത് തന്നെ. അതിനെയാണ് ബാൻസ് അനൗൺസ് ചെയ്യുക എന്ന് പറയുന്നത്. അഥവാ വിവാഹം വിളിച്ചു ചൊല്ലുക എന്നൊക്കെ പറയില്ലേ? വിവാഹം വിളിച്ചു ചൊല്ലുന്ന സത്യത്തിൽ എന്താണ്? അത് ഈ രണ്ട് പേർക്ക് വിവാഹിതരാകാനുള്ള യോഗ്യതയുണ്ടോ, സാധ്യതയുണ്ടോ, ഇവർക്ക് വിവാഹിതരാകാമോ എന്നുള്ള സഭയുടെ ഔദ്യോഗികമായ അന്വേഷണമാണ്. അത് അന്വേഷിക്കുമ്പോൾ സഭാംഗങ്ങൾക്കെല്ലാവർക്കും അതിനകത്ത് പങ്കാളിത്തമുണ്ട്. ഇപ്പോൾ ഉദാഹരണം എന്ന് പറഞ്ഞാൽ പങ്കാളിത്തമുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രിയാത്മകമായ പങ്കാളിത്തമുണ്ട്. ഇപ്പോൾ കാർമ്മികൻ ഇങ്ങനെ ആരും ചെയ്യുക, ഇന്ന രൂപത, ഇന്ന ഇടവക, ഇന്നയാളുടെ മകൾ, ഇന്നയാളും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്നു, കാനൂനിക തടസ്സങ്ങളുണ്ടെങ്കിൽ അറിയിക്കേണ്ടതാണ്. അങ്ങനെ അനൗൺസ് ചെയ്യപ്പെടുമ്പോൾ കാനൂനിക തടസ്സങ്ങളുണ്ട് എന്നറിയാവുന്നവരെല്ലാവരും അത് പറയാൻ കടപ്പെട്ടവരാണ്. അവർക്ക് കർത്താവിൻ്റെ നാമത്തിൽ, ദൈവനാമത്തിൽ ആ കടപ്പാടുണ്ട്. അല്ലാണ്ട് ഞാൻ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അവരുടെ കല്യാണം ഇതൊന്നും ആയി പോകണ്ട, ഞാനിതൊന്നും അറിഞ്ഞുമില്ല പറയണമില്ല എന്ന് പറയാൻ പാടില്ല. നമ്മൾക്കതറിയാമെങ്കിൽ, ഒരു തടസ്സമുണ്ടെന്ന് അത് പറയണം. എന്തുകൊണ്ടാണ് അങ്ങനെ? പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താ, അവൻ്റെ കല്യാണം പറയും, മറ്റൊരാളും കൂടിയുണ്ട്. ആ ആളുടെ അവകാശമാണ് ആ ആളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തി
വിവാഹത്തിന് ശരിയായി ഒരുങ്ങിയ ആളായിരിക്കണമെന്നുള്ളതും വിവാഹം ത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തി തടസ്സങ്ങളില്ലാത്ത ആളായിരിക്കണമെന്നുള്ളതും മറ്റേയാളുടെ അവകാശമാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യം നമ്മൾ പറയാതിരിക്കുന്നു എന്ന് കരുതുക. അങ്ങനെ പറയാതിരുന്നാൽ മറ്റേയാളുടെ അവകാശ നിഷേധമാണ് നടക്കുന്നത്. ഒന്നാമത്. രണ്ടാമത് വളരെ ഗൗരവമായ വേറൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഈ കൂദാശ അത് വാലിഡ് അല്ലാതായിത്തീരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് മറ്റൊരു വിവാഹം കഴിച്ചതാണ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട്, പിന്നെ ആരും അറിയാതെ അതങ്ങ് ഒഴിവാക്കി കല്യാണം കഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒരുമിച്ച് ജീവിക്കുകയൊന്നും ചെയ്തൊന്നുമില്ല, അങ്ങനെ ഒഴിവാക്കി. ഇത് നിങ്ങൾക്കറിയാം, കല്യാണം നിങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ. അത് അഡ്വാൻസ് അനൗൺസ് ചെയ്യുന്ന കാർമ്മികൻ ഈ കാര്യം അനൗൺസ് ചെയ്തു, ഇയാളുടെ വിവാഹം നടക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ വിചാരിക്കും അന്നിപ്പോൾ കെട്ടിയെന്നല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ടങ്ങ് പോയില്ലേ, പിന്നെ അവർ ഒരുമിച്ച് താമസിച്ചൊന്നുമില്ല, ഇനിയിപ്പോൾ ഞാനായിട്ട് ഇവന് വന്ന ഒരു ജീവിതം നശിപ്പിക്കേണ്ട, ഇപ്പോൾ ഇത്രയും പ്രായമായി, ഇനി കല്യാണം കഴിച്ച് അവരെങ്ങനെയും ജീവിക്കുവാണെങ്കിൽ ജീവിക്കട്ടെ, ഞാൻ ഇപ്പോൾ ഇത് അറിയിക്കാൻ പോകണ്ട എന്ന് കരുതുന്ന ഒരാൾ തന്നെക്കുറിച്ച് കരുതുന്നത് ചിലപ്പോൾ ഞാനൊരു ധാർമ്മികതയുള്ള മനുഷ്യനാണെന്നായിരിക്കും. ഞാൻ ഒരാളുടെ കുടുംബജീവിതം നശിപ്പിക്കാൻ പോയില്ല, ഒരു നന്മ ചെയ്തേക്കാം, നമുക്ക് ഛേദമില്ലാത്തൊരു നന്മ, നമ്മളായിട്ട് പോയിട്ട് കുളം കലക്കണ്ട, നമ്മളായിട്ട് മിണ്ടുന്നില്ലെന്നല്ലേ ഉള്ളൂ, ഞാൻ പോയിട്ട് ചെയ്തില്ലല്ലോ, അങ്ങനെ ഒരു നന്മയാണ് ഞാൻ ചെയ്തത് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുകയെന്നറിയോ? എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ആ കൂദാശ എന്ന് വെച്ചാൽ ഈ വ്യക്തി ഒരു 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 സാധു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണ്. ആ വിവാഹം നടക്കുകയില്ല. കാരണം എന്താണ്? ഒരൊറ്റ വിവാഹമേ ഉള്ളൂ, ഒരു വിവാഹമേ ഉള്ളൂ. അത് ദൈവം യോജിപ്പിക്കുന്നു, പിന്നെ അത് വേർപെടുത്താൻ ആർക്കും അവകാശമില്ല. ഒരു വിവാഹം നടന്നിരിക്കുന്നെങ്കിൽ പിന്നെ ഒരു വിവാഹത്തിന് സാധ്യതയില്ല. കാരണം എന്താണ്? പൂർണ്ണമായ ആത്മസമർപ്പണമാണ്. ഒരു വ്യക്തി തന്നെ ഒരാൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു, അതോടെ ആളുടെ വിവാഹം കഴിഞ്ഞു. ഒരു മുൻവിവാഹം നിലനിൽക്കെ രണ്ടാമതൊരു വിവാഹം നടക്കുകയില്ല. അപ്പം നമ്മുടെ കൺമുൻപിൽ അവർ വന്ന് നിൽക്കുന്നു, ഒരു വിവാഹത്തിൻ്റെ തിരുക്കർമ്മങ്ങളെല്ലാം ഇങ്ങനെ നടക്കുന്നു. പക്ഷേ സത്യത്തിൽ ദൈവത്തിന് മുൻപിൽ യാഥാർത്ഥ്യത്തിൽ അത് സംഭവിക്കുന്നേയില്ല, വിവാഹം സംഭവിക്കുന്നേയില്ല. എന്ന് വെച്ചാൽ അവർ ദമ്പതികളായി മാറുന്നില്ല. അങ്ങനെ ഒരു ജീവിതം ഇവർക്കിട്ട് കൊടുത്തിട്ട് ഇതറിയാവുന്ന ഒരാൾ മാറി നിൽക്കുമ്പോൾ ആ ആൾ ചെയ്യുന്നത് ഈ വിവാഹം എന്ന ആ പരിശുദ്ധ കൂദാശയ്ക്കെതിരായ പാപമാണ്. ആ കൂദാശ അത് വാലിഡായി സംഭവിക്കുകയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ അങ്ങനെ നടക്കാൻ വിട്ടുകൊടുക്കുന്നത് അത് ആ കൂദാശയെ അവഹേളിക്കലാണ്. അത് ഗൗരവമാർന്ന തിന്മയാണ്. ഒരു സാക്രിലേജസ് ആക്റ്റായിട്ടത് മാറും. അങ്ങനെ വരരുത് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് സഭയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ അങ്ങനെ നടക്കട്ടെ, പറ്റുവാണെന്ന് അങ്ങനെയല്ല. അതിനകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും വലിയ അർത്ഥതലങ്ങളുണ്ട്. ഒരുപക്ഷെ നമുക്കത് അറിയണമെന്നില്ല. അറിഞ്ഞില്ലെങ്കിലും നമ്മളോട് ആവശ്യപ്പെട്ടേക്കുന്നത് ചെയ്യാനുള്ളൊരു നല്ല മനസ്സ് അത് നമുക്കുണ്ടാകണം എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് ഇപ്പം ഇനി അഡ്വാൻസ് അനൗൺസ് ചെയ്യുന്നത് സഭയോടാണ് ചോദിക്കുന്നത്, ഇവർക്ക് വിവാഹം കഴിക്കാവുന്നതാണോ, ഇവർ വിവാഹത്തിന് ഒരുക്കപ്പെട്ടവരാണോ, ഇവർക്ക് വിവാഹത്തിൻ്റെ സാധ്യതയുണ്ടോ എന്നൊക്കെ പരിശുദ്ധ സഭയോടാണ് ചോദിക്കുന്നത്. കാരണം എന്താ? സഭാഗാത്രമാണ് അവർ വിവാഹിതരാക്കുന്നത്. മാരേജ് എല്ലാ കുദാശകളെന്ന പോലെ പരിശുദ്ധ വിവാഹവും ദാറ്റ്സ് ആൻ എക്ലേഷ്യൽ ആക്ട്. അതൊരു സഭാത്മക പ്രവൃത്തിയാണ്, തിരുസഭയുടെ പ്രവൃത്തിയാണ്. അല്ലാതെ അതൊരു വ്യക്തിയുടെ പ്രവൃത്തിയല്ല, രണ്ട് കുടുംബങ്ങളുടെ പ്രവൃത്തിയല്ല. അത് സഭാഗാത്രത്തിൻ്റെ പ്രവൃത്തിയാണ് എല്ലാ കുദാശകളും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് വിവാഹം പരികർമ്മം ചെയ്യുന്നിടത്തും ഉറപ്പായിട്ടും ചെല്ലാം. അതിനകത്ത് മുൻപിൽ തന്നെ നിന്ന് അതിനകത്ത് പങ്കാളികളാകാം. ഒരു മാമോസ പരികർമ്മം ചെയ്യുന്നിടത്ത് അവിടെ ചെല്ലാം. പിന്നെ വിരുന്നിന് ഭക്ഷണം കഴിക്കാൻ നിങ്ങളെ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ പോകണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷേ അതിൻ്റെ ആരാധനാക്രമ പരികർമ്മത്തിനകത്ത് നമ്മൾ പങ്കാളികളാകണം, നമുക്ക് പങ്കാളികളാകാം. അത് ആരുടെയും പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഒരു രോഗീലേപനം എന്ന കൂദാശ പരികർമ്മം ചെയ്തു, അത് ഒരാളുടെ പ്രൈവറ്റ് കാര്യമാണ്. ഒരാൾക്ക് രോഗിലേപനം, അച്ഛൻ കൊണ്ടൊരു രോഗിലേപനം കൊടുത്തിട്ട് വരുന്നു എന്നല്ല കരുതാവുന്നത്. അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ അതിനകത്ത് പോയി പങ്കാളികളാകാം. ഒരുപക്ഷെ അത് ഏറ്റവും ഉചിതമായൊക്കെ ചെയ്യാവുന്നതുണ്ടല്ലോ. അച്ഛന് വേണമെങ്കിൽ അനൗൺസ് ചെയ്യുകയും ചെയ്യും, കുർബാനയിൽ ഇന്ന് വൈകുന്നേരം ഞാൻ ഇന്ന സ്ഥലത്ത് രോഗിലേപനം അങ്ങനത്തെ പറയുന്ന നേരത്തെ അറിയാവുന്ന സാഹചര്യമൊക്കെ ആണെങ്കിൽ രോഗിലേപനം പരികർമ്മം ചെയ്യുന്നുണ്ട് എന്നൊക്കെ അനൗൺസ് ചെയ്യുന്നതിന് പോലും ഒരു തടസ്സമില്ല. അല്ലെങ്കിൽ ആ വാർഡിലൊക്കെ ഒന്ന് വിളിച്ചു പറയുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനകത്തൊക്കെ ഇടുകയോ, ഇപ്പോൾ നമുക്ക് വാട്സപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് ഇടുവോ, അപ്പോൾ അവരെല്ലാം കൂടെ ഒന്ന് വരിക പ്രാർത്ഥിക്കും. ഒരുപക്ഷെ രോഗിയെ കിടക്കുന്ന ഒരാൾക്ക് ഒത്തിരി അസ്വസ്ഥത ഉണ്ടാക്കുന്നത് പോലെ എല്ലാവരും കൂടി അതിനകത്തോട്ട് കയറി മരിച്ചു കഴിഞ്ഞോ എന്ന് രോഗിക്ക് തന്നെ സംശയം തോന്നുന്നത് പോലത്തെ സാഹചര്യം ഉണ്ടാക്കണമെന്നൊന്നുമില്ല. പക്ഷേ കഴിയുന്നിടത്തോളം അങ്ങനെ ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും ഉചിതമായ വിധത്തിൽ ഇതിനെ ചെയ്യാനുള്ള വേറെ സാധ്യതകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് തീരെ വാർദ്ധക്യത്തിലായിരിക്കുന്ന ആളുകൾ, അവരെയൊക്കെ വേണമെങ്കിൽ അവരെയൊക്കെ ഒരുമിച്ച് ദേവാലയത്തിലൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടുകയും അവർക്കൊക്കെ പൊതുവായിട്ടൊക്കെ പോലും രോഗീലേപനം എന്ന കൂദാശ പരികർമ്മം ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ അവരുടെ ആരോഗ്യസ്ഥിതി അത്രയ്ക്ക് മോശമാണെങ്കിൽ അതിനെ ഒരു കോമൺ സെലിബ്രേഷനായിട്ടൊക്കെ നടത്തുന്നതിനകത്തൊന്നും കുഴപ്പമില്ലെന്ന് മാത്രമല്ല, അതൊക്കെ വളരെ മനോഹരമായി ഉചിതമായി പരികർമ്മം ചെയ്യാനായിട്ട് നല്ല
തീക്ഷ്ണതയുള്ള, അജപാലന ഔത്സുക്യമുള്ള, വിവേകമുള്ള വൈദികർക്ക് അത് വളരെ മനോഹരമായിട്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതുവഴിയൊക്കെ ദൈവജനത്തെ ഇത് സഭയുടെ ശുശ്രൂഷയാണ്, അല്ലാതെ പ്രൈവറ്റ് പരിപാടികളല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പലപ്പോഴും ഇതിനകത്തൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിലുള്ള ഒരു വളരെ മോശമായ ഒരു പദപ്രയോഗമാണ് ചടങ്ങ്. കല്യാണത്തിൻ്റെ ചടങ്ങ്, ഇവിടെ വെച്ചാൽ ചടങ്ങ് നടക്കണേ എന്നൊക്കെ നിങ്ങൾ പറയണ കേട്ടിട്ടില്ലേ? നമ്മളൊരു ഒരു പരിശുദ്ധ കൂദാശയെ വെറും ചടങ്ങെന്നൊന്നും വിളിക്കരുത്. അതെങ്ങനെ ഒരു ചടങ്ങാണ്? ചടങ്ങെന്നൊക്കെ പറഞ്ഞാൽ വാക്കിന് തന്നെ ഒരു നെഗറ്റീവ് അർത്ഥമൊക്കെയാണ് ഉള്ളത്. അത് ഭയങ്കര ചടങ്ങാന്നൊക്കെ ആൾക്കാരൊക്കെ പറയത്തില്ലേ? എന്ന് വെച്ചാൽ എന്തോ ഒരു കാര്യം ചെയ്യൽ, ഒരു പ്രവൃത്തി ചെയ്യൽ എന്നുള്ള അർത്ഥമേ അതിനുള്ളൂ. ഒരു കൾട്ടിക് ആക്ട് എന്നുള്ള അർത്ഥമായിരിക്കും മാക്സിമം അതിൻ്റെ പോസിറ്റീവ് മീനിങ് ഉണ്ടാകാവുന്നത്, ഒരു ചടങ്ങ് എന്നൊക്കെ. അപ്പം വിവാഹത്തെയൊന്നും അതിൻ്റെ ചടങ്ങ് നടക്കുന്നത് എന്നൊന്നും പറയരുത്. ആ പരികർമ്മം ചെയ്യപ്പെടുന്നതെന്ന് തന്നെ വേണം നമ്മൾ സംസാരിക്കാൻ. പരിശുദ്ധ കൂദാശ പരികർമ്മം ചെയ്യപ്പെടുന്നു. നമ്മൾ കുട്ടികളൊക്കെ വളർന്നു വരുമ്പം കല്യാണം കഴിക്കണ്ടേടാ, കെട്ടണ്ടേടി എന്നൊന്നും ചോദിക്കരുത്. അതൊക്കെ തീർത്തും അനുചിതമായ സംസാരങ്ങളാണ്. പകരം അവരോട് ചോദിക്കണം, വിവാഹം എന്ന കൂദാശ നീ സ്വീകരിക്കണ്ടേ? ആ പരിശുദ്ധ കൂദാശയ്ക്ക് ഒരുങ്ങിയോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചോദിച്ച് ചെറുപ്പം മുതൽ പഠിപ്പിച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് തന്നെ അതിനെക്കുറിച്ചൊരു തിരിച്ചറിവുണ്ടാകും. പലപ്പോഴും കല്യാണം പ്രായമായ പല പിള്ളേരും കല്യാണം കഴിക്കണ്ടെന്നൊക്കെ അമ്മയൊക്കെ ചോദിക്കുമ്പോൾ പോകാമ്മ എവിടുന്ന് എന്ന് പറഞ്ഞ് നാണം കൊടുക്കുന്നതൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അവരുടെ മനസ്സിൽ കല്യാണം എന്ന് കേട്ടിട്ട് എന്താ ആക്കൂടി മനസ്സിലുള്ളത്? അതൊരു ചടങ്ങെന്നോ അല്ലെങ്കിൽ ഒരു ആഘോഷമെന്നോ അതിൻ്റെ അടുത്ത് മാക്സിമം ലൈംഗികതയുമായി ബന്ധപ്പെട്ട എന്തോ കാര്യമോ എന്നോ ഉള്ള ഒരു ധ്വനി ഇവരുടെ ഉള്ളിലൊക്കെ കടക്കുന്നത് കൊണ്ടാണ് വിവാഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ പലപ്പോഴും കുട്ടികൾ പോലും ചിലപ്പോൾ നാണം കുണുങ്ങുകയും ലജ്ജിക്കുകയും അജിയേ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. അതൊരു പരിശുദ്ധ കൂദാശയാണ്. തിരുപ്പട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ആരും അങ്ങനെ പറയാറില്ലല്ലോ. പക്ഷേ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയും. കാരണം എന്താണ്? നമ്മൾ ഈ കൂദാശകളെ നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുന്നത് പലപ്പോഴും വളരെ വികലമായിട്ടാണ്. വിവാഹം എന്ന പരിശുദ്ധ കൂദാശയെ അതൊരു പരിശുദ്ധ കൂദാശയാണെന്ന് തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. കല്യാണം കഴിക്കേണ്ടത്, നീ കെട്ടാറായി, ഇത്രയും പ്രായമില്ലേ, പെണ്ണ് കിട്ടിയില്ലേ എന്നൊക്കെ നമ്മൾ ചുമ്മാ ചോദിക്കുകയാണ്. ഒരു പെണ്ണ് കെട്ടൽ എന്നൊക്കെ പറഞ്ഞതിനപ്പുറത്ത് വിവാഹം എന്ന പരിശുദ്ധ കൂദാശ സ്വീകരിക്കണ്ടേ എന്ന് ചോദിച്ച് നമ്മൾ പഠിക്കണം. നമ്മളങ്ങനെ സംസാരിക്കണം. അങ്ങനെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ തൊട്ട് പഠിപ്പിക്കണം. അപ്പോഴാണ് ആളുകൾക്ക് പോലും, നമ്മുടെ സമൂഹത്തിന് പോലും, കുഞ്ഞുങ്ങൾക്കും ഒരു ബേസിക് കാറ്റഗിസിൻ്റെ ആവശ്യമുണ്ട് ഈ കൂദാശകളുടെയൊക്കെ മഹത്വത്തെക്കുറിച്ച്. അങ്ങനെയൊന്നും ചിന്തിക്കാത്തതുകൊണ്ടാണ് പള്ളിയിൽ എന്തോ ഒരു ചടങ്ങ് നടക്കുന്നു, അവരുടെ വീട്ടിലൊരു ചടങ്ങ് പള്ളിയിൽ വെച്ച് നടത്തുന്നു എന്നൊക്കെയാണ് പലപ്പോഴും ആളുകൾ കരുതുന്നത്. ഈ പറഞ്ഞ ഏത് കൂദാശകളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും. ഒരുപക്ഷെ തിരുപ്പട്ടത്തിൽ പോലും പലപ്പോഴും ക്ഷണിക്കപ്പെടുന്ന ആളുകൾ മാത്രം പോകുന്ന ഒരു രീതിയൊക്കെ നമ്മൾ കാണാറുണ്ട്. പിന്നെ പലപ്പോഴും ഇതിൻ്റെ കൂടെ ഒരു ഭക്ഷണം കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു ചെറിയൊരു വൈഷമ്യം ഉണ്ടാകുന്നത്. ഇവിടെ ചെന്ന് വന്നിട്ട് അവരന്ന് പോകുന്നു, അപ്പോൾ ആളുകൾ നിങ്ങൾ വിളിച്ചില്ലേ എന്ന് ചോദിക്കുകയല്ലേ എന്നുള്ള ധ്വനിയൊക്കെയാണ്. പക്ഷെ നമുക്കതൊരു ശീലമാണെങ്കിൽ അതിനകത്തൊരു പ്രശ്നമില്ല. ഇനി ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ ചെയ്യുന്ന പോലെ തന്നെ സെപ്പറേറ്റ് ചെയ്ത ഈ പ്രശ്നമൊന്നുമില്ല താനും. അതായത് വിരുന്ന് മറ്റൊരു സമയത്ത് നടത്തുന്നു, കൂദാശ പരികർമ്മം അവിടെ നടക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നടക്കുന്നു, അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതൊക്കെ നമ്മുടെ പ്രായോഗിക സാധ്യതകൾക്കനുസരിച്ച്. എന്തായിരുന്നാലും പറഞ്ഞു വന്ന ഒരു കാര്യം മാത്രമാണ്, ഇത് പരിശുദ്ധ സഭയുടെ ആഘോഷമാണ്. വിവാഹം എന്ന കൂദാശയെക്കുറിച്ചാണ് പറഞ്ഞത്, ഒരു ഉദാഹരണം പറഞ്ഞത്. അതിനകത്ത് വിളിച്ചു ചൊല്ലൽ അത് സഭയുടെ പ്രവൃത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് സഭാഗാത്രത്തിന് മുഴുവനകത്ത് പങ്കാളിത്തമുണ്ട്. കല്യാണത്തിൻ്റെ ആ ദിവസം മാത്രമല്ല, കൂദാശ പരികർമ്മം ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, അവർ രണ്ടുപേരും കൂടെ സ്വീകരിക്കാൻ പോകുന്നുവെന്ന് നമ്മൾ ധരിക്കുന്ന, എന്നുവെച്ചാൽ അവർ മാത്രമായിട്ട് പങ്കാളികളാകുന്നു നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ആ കൂദാശയ്ക്ക് ആ സഭയ്ക്ക് മുഴുവനും പങ്കാളിത്തമുണ്ട്. സഭാംഗങ്ങൾ മുഴുവൻ അതിൻ്റെ പങ്കാളികളാണ്. മാതാപിതാക്കളും രണ്ട് കുടുംബങ്ങളുടെ മാത്രമൊരു പ്രവൃത്തിയല്ല, അത് സഭയുടെ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഒന്നാമത് അത് വിളിച്ചു ചൊല്ലുന്നത് സഭയാണ്. സഭാഗാത്രം മുഴുവനാണത് ശരി അവർക്ക് വിവാഹം കഴിക്കാമോ എന്ന് അന്വേഷിക്കുന്നത്. രണ്ടാമത് വിളിച്ചു ചൊല്ലി കഴിഞ്ഞാൽ ഇനി അതുപോലെ അവരെ വിവാഹത്തിന് ഒരുക്കുന്നത് പരിശുദ്ധ സഭയാണ്. എനിക്കറിയാം, ഞാനും കെട്ടിക്കോളാം എന്ന് പറയാൻ ആർക്കും അവകാശമില്ലല്ലോ. സഭ ഔദ്യോഗികമായി നടത്തുന്ന കോഴ്സിൽ പങ്കെടുക്കുകയും വിവാഹം എന്ന കൂദാശയെ വാലിഡാകുന്നതിന് വേണ്ടി അതിനെക്കുറിച്ച് പഠിച്ചറിയുകയും ഒക്കെ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുന്നത് പരിശുദ്ധ സഭയാണ്. അതിലേക്ക് വികാരിയച്ഛൻ ആധികാരികമായി ഔദ്യോഗികമായി കത്ത് കൊടുത്താണ് അയക്കുന്നത്. എന്ന് വെച്ചാൽ ഒരാൾക്ക് ചുമ്മാ പോയി കൂടാനൊന്നും പറ്റില്ല, അച്ഛൻ അയക്കുവാണ്. എന്തുകൊണ്ട് അങ്ങനെ അയക്കുകയൊക്കെ ചെയ്യുന്നത്? അതുവഴി പറയുന്നത് എന്നാണെന്നറിയാമോ? ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്വീകരിക്കാൻ നിങ്ങളുടെ ഒരു പ്രൈവറ്റ് കാര്യമൊന്നുമല്ല, അത് തിരുസഭയുടെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് സഭയ്ക്ക് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. ഒരു വൈദികനെ പരിശീലിപ്പിക്കുന്ന സഭയാണ്. ഞാൻ പോയിട്ട് എന്നെ അച്ഛനയക്കുമെന്ന് പറഞ്ഞൊക്കെ എന്നാൽ വൈദികനാകാൻ പറ്റില്ല എന്നറിയാം. അതുപോലെ തന്നെയാണ് മറ്റ് കൂദാശകളൊക്കെ, വിവാഹമൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനി പഠിപ്പിച്ചു കഴിഞ്ഞാലോ തിരിച്ചു വന്നു കഴിയുമ്പോൾ കാർമ്മികൻ ഈ ആൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ, ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്ന പ്രീനുപ്ഷ്യൽ എൻക്വയറി നടത്തുന്നു. ഞാൻ ഈ വിവാഹത്തെക്കുറിച്ച് പിന്നീടൊരു ക്ലാസ്സിൽ സംസാരിക്കുമ്പോൾ നമുക്കിതൊക്കെ സംസാരിക്കാമേ.
പ്രിലിമിനറി എൻക്വയറി നടത്തുന്നു, അതിനുശേഷം വിവാഹം എന്ന കൂദാശ പരികർമ്മം ചെയ്യുന്നു. ഇതെല്ലാം പരിശുദ്ധ സഭയാണ് നിർവഹിക്കുന്നത്. അത് വളരെ വ്യക്തമായി ദൃശ്യമാകുന്ന ഒരിടം അവിടെ നിൽക്കുന്ന 2 സാക്ഷികളാണ്. ആ ഇടവകയിൽ നിന്നും അവിടെ നിന്നുള്ള 2 ക്രൈസ്തവ വ്യക്തികൾ ഇതിന് സാക്ഷികളായിരിക്കും. അവർ സഭയുടെ സാക്ഷികളാണ്, സഭയ്ക്ക് വേണ്ടിയുള്ള സാക്ഷികളാണ്. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിയുടെ സാക്ഷികളാണല്ലോ എന്ന് ചോദിക്കുന്ന അവർക്ക് വലിയ റോളുണ്ട്. തിരുസഭയെ പ്രതിനിധീകരിക്കുന്നവരാണ് അവർ. അത് പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ഇതൊരു വീട്ടുകാരുടെ പരിപാടിയാണെന്നോ 2 വീട്ടുകാരുടെ പരിപാടിയാണെന്നും തെറ്റിദ്ധരിക്കരുത്. പലപ്പോഴും ചില ആളുകളെങ്കിലും അങ്ങനെ വിചാരിക്കാറുണ്ട്, ഞങ്ങളുടെ കല്യാണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നടത്തും എന്നൊക്കെ കരുതാറുണ്ട്. ചില യുവജനങ്ങൾ പോലും ചിലപ്പോൾ അങ്ങനെ വിചാരിക്കാറുണ്ട്. എൻ്റെ കല്യാണം ഞാനല്ലേ തീരുമാനിക്കുന്നത്, എനിക്കിഷ്ടമുള്ള ആളെയല്ലേ, എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഒരാൾ ഞാനും കിട്ടുമല്ലേ, ഞങ്ങളുണ്ടല്ലേ ജീവിക്കേണ്ടത്. അങ്ങനെ വെറുതെ ലൈറ്റായിട്ട് എടുക്കരുത്. കാരണം ഇത് വ്യക്തിയുടെയോ 2 കുടുംബങ്ങളുടെയോ പ്രവൃത്തിയല്ല, പകരം പരിശുദ്ധ സഭയുടെ പ്രവൃത്തിയാണ്. എല്ലാ കൂദാശകളും, അത് വിവാഹമായാലും മാമോദിസയായാലും തിരുപ്പട്ടമായാലും ഒക്കെ പരിശുദ്ധ സഭയുടെ പ്രവൃത്തിയാണ്, തിരുസഭയുടെ കൂദാശകളാണവ. അതുകൊണ്ട് അവയിൽ പങ്കെടുക്കാനുള്ള അവകാശം എല്ലാ ക്രൈസ്തവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പരിശുദ്ധ കുർബാനയിൽ നിങ്ങളെ ആരും പ്രവേശിക്കരുതെന്ന് എന്ന് തടയുകയില്ലാത്തതുപോലെ തന്നെ ഒരു കൂദാശയിലും അതിനകത്ത് പ്രവേശിക്കാൻ പാടില്ല എന്ന് ആരും നിങ്ങളോട് പറയില്ല, ആർക്കും അങ്ങനെ പറയാനുള്ള അവകാശവുമില്ല. ദേവാലയത്തിൽ ഒരാളുടെ പ്രൈവറ്റ് സെലിബ്രേഷൻ പോലെ ഒരു 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 കൂദാശ പരികരണം നടക്കുന്നത് കണ്ടാലും നിങ്ങൾക്കതിനകത്ത് നിശ്ചയമായും പങ്കെടുക്കാം. സഭയ്ക്ക് മുഴുവനും അതിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് അത് നടത്തുന്നവരും അറിയണം, അതിനകത്ത് പങ്കെടുക്കുന്ന നമ്മളും എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇനി അതുകൊണ്ടാണ് അത്ര പൊതുവായി തന്നെ അവ ആഘോഷിക്കണം. അതിനൊരു പ്രൈവറ്റ് സെറിമണിയായോ പ്രൈവറ്റ് സെലിബ്രേഷനായോ ഒതുക്കരുത് എന്ന് പറയും. കാരണം ഇതൊരു വെറും സോഷ്യൽ സെലിബ്രേഷൻ അല്ല. ദാറ്റ്സ് എ ലിറ്റർജിക്കൽ സെലിബ്രേഷൻ, ദാറ്റ്സ് എൻ എക്ലേസിയാസ്റ്റിക്കൽ സെലിബ്രേഷനാണ് അത്. ഇനി അടുത്തത്, ആരാധനാഘോഷം നടത്തുന്ന സമൂഹം മാമോദിസ സ്വീകരിച്ചവരുടെ സമൂഹമാണ്. ഇതാണ് അടുത്ത കാര്യം. ആരാധനാക്രമം ആഘോഷത്തിൽ ആര് പങ്കെടുക്കുന്നതാണ് ഈ പറഞ്ഞു വരുന്നത്. അത് മാമോദിസ സ്വീകരിച്ചവരുടെ സമൂഹമാണ്. പരിശുദ്ധ മാമോദിസ സ്വീകരിച്ച ആർക്കും ഇതിനകത്ത് ഏത് കൂദാശയിലും പങ്കുചേരാനുള്ള അവകാശമുണ്ട്. ഇനി അവരെന്ത് ചെയ്യും? അവർ ആധ്യാത്മിക ബലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി പുനർജനനവും പരിശുദ്ധ റൂഹായുടെ അഭിഷേകവും വഴി ഒരാധ്യാത്മിക ഭവനവും വിശുദ്ധ പൗരോഹിത്യവുമായി പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ്. ഈ മാമോസ സ്വീകരിച്ചിരിക്കുന്നവർ ആരാണ് എന്ന് തിരിച്ചു പഠിപ്പിക്കുകയാണ്. അവരാരാണ്? അവർ ആധ്യാത്മിക ബലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി, ദൈവജനത്തിന് മുഴുവനും ഈ ആധ്യാത്മികമായ ബലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി പുനർജന്മം, വീണ്ടും ജനിച്ചവരാണവർ. പരിശുദ്ധ മാമോദിസയാൽ വീണ്ടും ജനിച്ചവരാണ്. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മാമോദിസ ക്ലാസ്സിലേക്ക് ഞാനിപ്പോൾ മുഴുവൻ പോകുന്നില്ല, നമ്മൾ നേരത്തെ എപ്പിസോഡുകളിലൊക്കെ ഉണ്ടല്ലോ. മാമോദിസയിൽ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ശാരീരികമായ ബയോളജിക്കൽ ലൈഫ് സ്വീകരിച്ച ഒരു കുഞ്ഞിനെ ദൈവം തൻ്റെ ജീവൻ കൊടുക്കുന്നതാണ്. ദൈവം ദൈവിക ജീവൻ കൊടുക്കുന്നതാണ്. അങ്ങനെ രണ്ടാമത് ഒരു ജീവനും കൂടെ ദൈവം കൊടുക്കുകയാണ്. ഈശോ മിശിഹ മരണശേഷം ഉത്ഥാനം ചെയ്ത ആ ഉത്ഥിത ജീവൻ, നിത്യജീവൻ, ദൈവത്തിൻ്റെ ജീവൻ, ആ ജീവനാണ് ഈ കുഞ്ഞിന് കൊടുക്കുന്നത്. അപ്പോൾ മുതൽ ആ കുഞ്ഞിന് പുതിയൊരു ജീവനുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒന്നും മരിച്ചിട്ട് അത് വീണ്ടും എഴുന്നേറ്റ് വരിക എന്നുള്ള അർത്ഥത്തിലല്ല ഈ വീണ്ടും ജനനത്തെ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തേത്, പരിശുദ്ധ റൂഹായുടെ അഭിഷേകം വഴി ഒരു മാമോസ സ്വീകരിച്ച ഒരു വ്യക്തി, പ്രവേശ കൂദാശകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഈശോ മിശിഹായിൽ ജനിക്കുന്നു. 2, റൂഹായുടെ അഭിഷേകം സ്വീകരിക്കുന്നു. അങ്ങനെ ഒരാധ്യാത്മിക ഭവനമായി മാറുന്നു. അതുകൊണ്ട് പരിശുദ്ധ മാമോസ സ്വീകരിക്കുന്നവർ മുഴുവനും ഒരു കുടുംബമാണ്, ഒരു സ്പിരിച്വൽ ഫാമിലിയാണ്. അവർ ഒരു സ്പിരിച്വൽ ഫാമിലി എന്ന് പറയുന്നത് ബയോളജിക്കൽ ഫാമിലിയേക്കാൾ ചെറുതാണെന്ന് വിചാരിക്കരുത്, അതിനേക്കാൾ വലുതാണ്. ബയോളജിക്കൽ ഫാമിലിക്ക് ഈ ബയോളജിക്കൽ ഘടകങ്ങളുടെ ബന്ധമാണുള്ളതെങ്കിൽ സ്പിരിച്വൽ ഫാമിലിക്ക് ആധ്യാത്മിക സ്വർഗീയ ബന്ധമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് അതിനേക്കാൾ ഒത്തിരി ശ്രേഷ്ഠമാണ്. ഇനി ആധ്യാത്മിക ഭവനമാണ്. 3, വിശുദ്ധ പൗരോഹിത്യമായി പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ്. ഈ ആരാധനാ സമൂഹം മുഴുവനും വിശുദ്ധ പൗരോഹിത്യമായി പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ്. അവർ മുഴുവനും വിശുദ്ധ പുരോഹിത ഗണമാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ ലിഖിതങ്ങളിൽ വായിക്കുന്നത്, നിങ്ങൾ പൗരോഹിത്യ ജനമാണ്, പുരോഹിത ഗണമാണ് എന്ന് വിശുദ്ധ ലിഖിതം സംസാരിക്കുന്നതിൻ്റെ കാരണം ഇതിനാലാണ്. അപ്പോൾ അവർ മാംസം സ്വീകരിച്ചവർ എന്താണ്? അവർ വീണ്ടും ജനിച്ചവരാണ്, പരിശുദ്ധ റൂഹായാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. 3, അവരൊരു ആധ്യാത്മിക ഭവനമാണ്, ഒരേ ഭവനമാണ്. 4, വിശുദ്ധ പൗരോഹിത്യത്താൽ പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ്. ഈ പൊതുപൗരോഹിത്യം ഏക പുരോഹിതനായ ഈശോ മിശിഹായുടെ തന്നെയാണ്. പൊതുപൗരോഹിത്യം അത് വേറെ എവിടെന്നേലും വരുന്നതല്ല, അത് ഈശോ മിശിഹായുടെ തന്നെയാണ്. ഈശോ മിശിഹായുടെ തന്നെ പൗരോഹിത്യമാണ്, സെയിം പൗരോഹിത്യമാണ്. നമ്മൾ ലൂമൻ ജെൻസിയം പഠിക്കുന്ന സമയത്ത് ഈ കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്.
ദൈവജനത്തിൻ്റെ പൊതുപൗരോഹിത്യവും വൈദികരുടെ മെത്രാന്മാരുടെ ശുശ്രൂഷാ പൗരോഹിത്യവും അവ രണ്ടും ഒരേ പൗരോഹിത്യം തന്നെയാണ്. പക്ഷേ അവ രണ്ടും കുറേ ഘടകങ്ങളിൽ വ്യത്യസ്തമാണ്. അവ ഒരേ പൗരോഹിത്യത്തിൻ്റെ രണ്ട് ഭാവങ്ങളാണ്, രണ്ട് വിധങ്ങളാണ്, രണ്ട് രൂപങ്ങളാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളതിനെക്കുറിച്ചൊന്നുകൂടെ സംസാരിക്കാം. ഇനി പൊതുപൗരോഹിത്യം ഏകപുരോഹിതനായ മിശിഹായുടേതാണ്. അതിൽ അവിടുത്തെ എല്ലാ അംഗങ്ങളും പങ്കുചേരുന്നു. പൗരോഹിത്യത്തിൽ എല്ലാ അംഗങ്ങളും പങ്കുചേരുന്നുണ്ട്. ഇത് പറയുമ്പം അതിൻ്റെ കൂടെ തന്നെ പറയണം. അപ്പോൾ പിന്നെ വൈദികരോ ചിലപ്പോഴൊക്കെ ചില ആളുകളെങ്കിലുമൊക്കെ അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. അച്ഛന്മാർക്ക് ശുശ്രൂഷ പൗരോഹിത്യമല്ലേ ഉള്ളൂ, ഞങ്ങൾക്കൊക്കെ രാജകീയ പൗരോഹിത്യമുണ്ട് എന്ന് പറയുന്ന ആളുകളെ ഞാൻ ഇഷ്ടം പറയാറുണ്ട്. ഞങ്ങൾക്കൊക്കെ രാജകീയ പൗരോഹിത്യമാണുള്ളത്, അച്ഛന്മാർക്കൊക്കെ ഒരു ശുശ്രൂഷ പൗരോഹിത്യമുള്ളൂ. ഈ രാജകീയ പൗരോഹിത്യം വൈദികർക്കുമുണ്ട്. മാമൂസ സ്വീകരിക്കുമ്പം എല്ലാവരും സ്വീകരിക്കുന്ന ആ രാജകീയ പൗരോഹിത്യത്തിൻ്റെ ഒപ്പമാണ്, അതിൻ്റെ കൂടെയാണ്, അഡീഷണലായിട്ടാണ് ഈ ശുശ്രൂഷ പൗരോഹിത്യം വൈദികർ സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാജകീയ പുരോഹിത ഗണമെന്ന് പറയുന്നത് അൽമായരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടല്ല, വൈദികരും മെത്രാന്മാരും മാമോസ സ്വീകരിച്ചിട്ടുള്ളവരെല്ലാവരും രാജകീയ പുരോഹിത ഗണമാണ് എന്ന് നമ്മൾ ആദ്യമേ ഓർക്കണം. അതുകൊണ്ട് തന്നെ ആ പദം രാജകീയ പൗരോഹിത്യം എന്ന് പറയുന്ന പദം അത് വൈദികരല്ലാത്തവർക്ക് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടിട്ടുള്ള പദമല്ല. അതുപോലെ രാജകീയ പൗരോഹിത്യത്തെ കുറെ കൂടെ ഉചിതമായി വിളിക്കാവുന്ന പേര് മാമോദീസ പൗരോഹിത്യം എന്നാണ്. ബാപ്റ്റിസ്മൽ പ്രീസ്റ്റ്ഹുഡ്, മാമോദീസ പൗരോഹിത്യം എന്നാണ് അതിനെ കുറച്ചുകൂടെ ഉചിതമായി വിളിക്കാവുന്ന പേര്. അതാണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള നാമം. ഇനി അതിൻ്റെ ഒരു അഡ്ജക്റ്റീവ് പോലെയാണ്, അതിൻ്റെ ഒരു വിശേഷണമാണ്, അതിനൊന്ന് വിശേഷിപ്പിക്കുന്നതാണ് രാജകീയ പൗരോഹിത്യം എന്നൊക്കെ. അത് ഒണ്ടോളജിക്കലി അതിൽ തന്നെ മാമോദിസ പൗരോഹിത്യമാണ്, പരിശുദ്ധ മാമോദിസയിലൂടെ ലഭിക്കുന്ന പൗരോഹിത്യം, ദൈവജനത്തിൻ്റെ മുഴുവൻ പൗരോഹിത്യം. ഇനി ആരാധനാഘോഷം നടത്തുന്ന സമൂഹം മാമോസ സ്വീകരിച്ചവരുടെ സമൂഹമാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് നമ്മൾ വായിക്കും, എന്നാൽ എല്ലാ അംഗങ്ങൾക്കും ഒരേ ധർമ്മം അല്ല ഉള്ളത്. അതാണ് അടുത്ത ഘട്ടം. ആദ്യം പറഞ്ഞില്ലേ, സഭ ഇതിൻ്റെ ഒരു ചെയിൻ ഓർത്ത് നോക്കുക. മിശിഹ ഗാത്രമാണത് ആഘോഷിക്കുന്നത്. മിശിഹ ഗാത്രം എങ്ങനെയാണ് ഉണ്ടായത്? പരിശുദ്ധ മാമോദിസയിലാണ് ഉണ്ടായത്. അതുകൊണ്ട് മാമോസ സ്വീകരിച്ചവർ മുഴുവനും ആരാധനാക്രമത്തിൻ്റെ പങ്കാളികളാണ്. ജനത്തിന് മുഴുവനും ആരാധനാക്രമത്തിൽ പങ്കുചേർക്കാൻ, അതേത് ആരാധനാക്രമമാണ് അതിനകത്ത് മുഴുവൻ പങ്കെടുക്കാൻ അവകാശമുണ്ട്. അവർക്ക് ജനത്തിന് മുഴുവനും പൗരോഹിത്യമുണ്ട്. ജനത്തിന് മുഴുവനുള്ള പൗരോഹിത്യം ഈ രാജകീയ പൗരോഹിത്യമാണ്. രാജകീയ പൗരോഹിത്യം അത് അൽമായ സമൂഹത്തിന് മാത്രമുള്ളതല്ല, ദൈവജനത്തിന് മുഴുവനും, വൈദികർക്കും മെത്രാന്മാരും മാമോസ സ്വീകരിച്ച എല്ലാവർക്കും ഈ രാജകീയ പൗരോഹിത്യം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് ഇനി തുടർന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. എന്നാൽ എല്ലാ അംഗങ്ങൾക്കും ഒരേ ധർമ്മമല്ല ഉള്ളത്. എന്ന് വെച്ചാൽ സഭാംഗങ്ങൾ മുഴുവനും ഒരേ ധർമ്മമല്ല ഉള്ളത്. നമുക്കറിയാമല്ലോ, ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്ന് പറയുമ്പോൾ കൈയുടെ ധർമ്മമല്ല കാലിനുള്ളത്. കാലുപയോഗിച്ചാണ് ആളുകൾ നടക്കാറ്, കൈ ഉപയോഗിച്ചാരും നടക്കാറില്ല. അതിന് രണ്ടിനും വ്യത്യസ്തമായ ധർമ്മങ്ങളാണുള്ളത്. ഹൃദയത്തിൻ്റെ ധർമ്മമല്ല കണ്ണുകൾക്കുള്ളത്. ഹൃദയം അതിൻ്റെ ദൗത്യമാണ് നിർവഹിക്കുന്നത്, കണ്ണിൻ്റെ ദൗത്യമാണ്, മൂക്കിൻ്റെ ദൗത്യമാണ് നിർവഹിക്കുന്നത്. അങ്ങനെ ഓരോ അവയവങ്ങളും അതതിൻ്റെ ദൗത്യം നിർവഹിക്കുമ്പോഴേ അതൊരു ശരീരമാകുള്ളൂ. ഇനി അതൊരു കുറവാണെന്ന് കരുതുകയും ചെയ്യേണ്ട ആവശ്യം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ കണ്ണല്ലാത്തതുകൊണ്ട് മൂക്കിന് സങ്കടം വരേണ്ട കാര്യമില്ല. ഞാൻ കണ്ണല്ലേ എല്ലാം കാണുന്നത്, കണ്ണിൻ്റെ ആയിട്ട് എല്ലാവരും നോക്കുന്നത്. നമ്മുടെ മൂക്കിനൊന്നും ഒരു വിലയില്ലെന്നോ, അല്ലെങ്കിൽ കൈകൊണ്ടല്ലേ എല്ലാം എടുക്കുകയൊക്കെ ചെയ്യുന്നത്, എല്ലാവരും കയ്യല്ലേ പിടിക്കുകയൊക്കെ ചെയ്യുന്നത്, കാലൊന്നും ആരും പിടിക്കുന്നില്ല, അതുകൊണ്ട് കാലതിനെ കുറിച്ച് ദുഃഖിക്കുമോ എന്നുള്ള മട്ടിലൊക്കെ പൗലോസ് കൊറിന്തോസ് ലേഖനത്തിൽ സംസാരിക്കുന്നത് ഈ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ ദൗത്യത്തെക്കുറിച്ച് പറയാനാണ്. ശരീരത്തിലെ അവയവങ്ങൾക്കെല്ലാം ഒരേ ദൗത്യമല്ല ഉള്ളത് എന്ന് നമ്മൾ ഓർക്കണം. പൗലോസ് കൊറിന്തോസ് ലേഖനത്തിനകത്തൊക്കെ ഈ വരങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പലതരം വരങ്ങളുണ്ട്, ഓരോരുത്തർക്കും വ്യത്യസ്തമായ ദൗത്യങ്ങളാണുള്ളത്, ഓരോ അവയവവും അതതിൻ്റെ ദൗത്യമാണ് നിർവഹിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പം അതിന് നിയോഗിക്കപ്പെട്ട അവയവങ്ങൾ അതതിൻ്റെ ദൗത്യം നിർവഹിക്കുമ്പം മാത്രമേ അത് പൂർത്തിയാവുകയുള്ളൂ. ഇനി തുറന്ന് നമ്മളിങ്ങനെ വായിക്കും, ഒരേ ധർമ്മം അല്ല ഉള്ളത്. ചില അംഗങ്ങൾ സഭയിലൂടെയും സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. ജനം മുഴുവനും ആരാധനാ സമൂഹമാണ്. പക്ഷേ ചില അംഗങ്ങൾ സഭയിലൂടെയാണ് അവർ വിളിക്കപ്പെടുന്നത്. സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രത്യേക ശുശ്രൂഷ എന്ന് പറയുമ്പോൾ കൗദാശിക ശുശ്രൂഷകൾ, പരികർമ്മം ചെയ്യുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവയ്ക്ക് വേണ്ടി പ്രത്യേകമായി ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ടോ ഈ ശുശ്രൂഷകർ ആരാണ്? ഈ ശുശ്രൂഷകർ 1 തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, 2 തിരുപ്പട്ട കൂദാശയാൽ പ്രതിഷ്ഠിക്കപ്പെട്ടവരുമാണ്. 2 പ്രത്യേകതകളുള്ളവരാണ് അവർ. ഏതൊക്കെയാണ്? 1, അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദേ ആർ എലക്റ്റഡ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയാൻ കാരണം എന്താണ്?
എന്തിനാ അങ്ങനെ ചൂസ് ചെയ്യുന്നത്? അത് ആഗ്രഹമുള്ള ആർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റേണ്ടതല്ലേ? എന്ന് വെച്ചാൽ പൗരോഹിത്യത്തിൽ പങ്കാളിയാകാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും അനുവാദം കൊടുത്താൽ കുറച്ചുകൂടി ഉചിതമായിരിക്കുകയല്ലേ അത്? നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ഒരാൾക്ക് തോന്നുന്നു എനിക്ക് വൈദികനാണ്, ഓക്കെ, എന്നാൽ പിന്നെ ആയിരിക്കും. ചിലപ്പോഴൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചിലർക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ചില പെൺകുട്ടികളാണെങ്കിൽ, ചില പെൺകുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി ഭയങ്കര ആഗ്രഹത്തോടെ വൈദികരാകാൻ പറ്റുവാണെങ്കിൽ ആയാൽ മതിയായിരുന്നു, അങ്ങനെ ആഗ്രഹം. പക്ഷേ ദേ ആർ നോട്ട് കോൾഡ്. അപ്പോൾ അതെന്തായിരിക്കും അങ്ങനെ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഇത് സ്ത്രീകളുടെ പ്രത്യേകതയാണോ? ഞാൻ വനിതാ പൗരോഹിത്യം എന്ന വിഷയത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, പിന്നെ എപ്പോഴും സംസാരിക്കും. എന്തുകൊണ്ടാണ് വിളിക്കപ്പെടുന്നത്? ചിലപ്പോൾ വളരെ പ്രഗത്ഭരായ ചില ആളുകളുണ്ടാവും, അവർ ചിലപ്പോൾ പൗരോഹിത്യത്തിനകത്ത് ഉണ്ടാവത്തില്ല. പിന്നെ ഒരു മെത്രാൻ തന്നെ ചിലപ്പോൾ ചിലരെ തിരഞ്ഞെടുക്കും, ചിലരെ പറഞ്ഞു വിടും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെലക്ഷൻ നടത്തുകയൊക്കെ ചെയ്യുന്നത്? എന്തായിരുന്നാലും നമുക്കൊരു കാര്യം നോക്കാം. തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവർ എന്നാണ് ആദ്യത്തെ കാര്യം. ഇതിൻ്റെ അടിസ്ഥാനം ഈശോ ചെയ്തതാണ്. ഈശോ എന്താ ചെയ്തത്? ഈശോയ്ക്ക് എല്ലാ ശിഷ്യന്മാരും ഒരുപോലെയാണ്, എല്ലാവരും വിലപ്പെട്ടവരും പ്രധാനപ്പെട്ടവരും ഒക്കെ തന്നെ. ഈശോയ്ക്ക് എല്ലാവരുടെ സ്നേഹമൊക്കെയാണ്. പക്ഷേ കർത്താവ് തൻ്റെ പൗരോഹിത്യത്തിലേക്ക് ചിലരെ പ്രത്യേകമായി ക്ഷണിക്കുന്നത് നമ്മൾ വിശുദ്ധ ലിഖിതങ്ങളിൽ കാണും. അവിടുന്ന് മലമുകളിലേക്ക് പോയി പ്രാർത്ഥിച്ചൊരുങ്ങി, എന്നിട്ട് താഴേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് അവരെ ഓരോരുത്തരെയായി പേര് ചൊല്ലി വിളിച്ചു. മിശിഹ പേര് ചൊല്ലി വിളിച്ചു എന്ന് വെച്ചാൽ അതുവരെ ഉണ്ടായിരുന്നവരെല്ലാവരും, ഈശോയുടെ ശിഷ്യന്മാരെല്ലാവരും സ്വമേധയാ കർത്താവിനെ അറിഞ്ഞ് സ്നേഹിച്ച് പിന്നാലെ വന്നവരാണ്. അവരെല്ലാം കർത്താവിനെ കേൾക്കാനായിട്ട് പുറകെ കൂടി കർത്താവിൻ്റെ ശിഷ്യന്മാരായി അവർ തന്നെ മാറി. ദേ ഓഫേർഡ് ദംസെൽഫ് ടു ദ ഡിസൈബിൾഷിപ്പ്. അവർ തങ്ങളെ തന്നെ ഓഫർ ചെയ്തു. ഞാൻ ഇനി അങ്ങയുടെ കൂടെ നടക്കും എന്നൊക്കെ പറഞ്ഞ് ഓഫർ ചെയ്തു. പക്ഷേ അങ്ങനെ ഓഫർ ചെയ്തവരിൽ നിന്ന് ചിലരെ കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കും. എന്നിട്ട് അവരെ 12 പേരെ ഒരു ഗണമാക്കി മാറ്റുന്നു. അവർക്ക് തൻ്റെ പൗരോഹിത്യത്തിൻ്റെ പദവികൾ നൽകുന്നു. അവരെ തൻ്റെ കൂടെ കൊണ്ടു നടക്കുന്നു. അവർക്ക് പാപം മോചിക്കാനുള്ള അധികാരം കൊടുക്കുന്നു. രോഗികളെ സുഖപ്പെടുത്താനായിട്ട് അവരെ ഏൽപ്പിക്കുന്നു. പിശാചുകളെ ബഹിഷ്കരിക്കാൻ ഏൽപ്പിക്കുന്നു. തൻ്റെ നാമത്തിൽ പഠിപ്പിക്കാൻ ഏൽപ്പിക്കുന്നു. ഏറ്റവും അവസാനം വിശുദ്ധ കുർബാന താൻ അർപ്പിച്ച അതേ ബലി അതുപോലെ തന്നെ അർപ്പിക്കാനായിട്ടും അവരെ ഭരമേൽപ്പിക്കുന്നു. അങ്ങനെ കർത്താവായ മിശിഹ ചില ആളുകളെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നതായിട്ട് നമ്മൾ കാണും. അതുകൊണ്ടാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞത്. ഇനി എന്താണ് തിരഞ്ഞെടുക്കപ്പെടുക അഥവാ വിളിക്കപ്പെടുക എന്ന് പറയുന്നതിൻ്റെ കാര്യം? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? അത് ഈശോ മിശിഹായുടെ ക്യാരക്ടറാണ് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. എന്താണത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 6ാമത്തെ പാരഗ്രാഫിൽ ആദ്യത്തെ വാചകം ഇങ്ങനെയാണ്: തന്നിമിത്തം മിശിഹ പിതാവിനാൽ അയക്കപ്പെട്ടതുപോലെ തന്നെ മിശിഹ സ്ലീഹന്മാരെയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാനായി അയച്ചു. അങ്ങനെയാണ് മിശിഹ പിതാവിനാൽ അയക്കപ്പെട്ടതുപോലെ തന്നെ. 3 വാക്കുകൾ ശ്രദ്ധിക്കണം. അയക്കപ്പെട്ടതുപോലെ തന്നെ, രണ്ടാമത്തേത് സ്ലീഹന്മാരെ, മൂന്നാമത്തേത് അവൻ അയച്ചു. എന്താണ് അതിൻ്റെ അർത്ഥം? ഒന്നാമത്തേത് ഈശോ മിശിഹ അയക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ദാറ്റ് വാസ് ആൻ ഇൻവിറ്റേഷൻ, ദാറ്റ്സ് എ സെൻഡിങ്. അതൊരു സ്വയം ഡിസിഷനായിരുന്നു, ഒരു സെൽഫ് ഡിസിഷൻ ആയിരുന്നില്ല. അഥവാ ഈശോ ഓക്കെ ഞാൻ പോയിട്ട് അത് ചെയ്യാം എന്ന മട്ടിലല്ല. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഈശോയുടെ വാക്കുകളിൽ നിന്ന് പഠിക്കുന്നത് എന്താണ്? പിതാവ് എന്നെ അയച്ചതുപോലെ. ഈശോയുടെ വാക്കുകളാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ, പിതാവ് അങ്ങാണ് എന്നെ അയച്ചതെന്ന് ഇവരും അറിയേണ്ടതിന് എന്നൊക്കെ പറഞ്ഞ് ഈശോ തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ പിതാവിനോട് സംസാരിക്കുന്നു, ഉറക്കെ സംസാരിക്കുന്നു നമ്മൾ കാണും. പിതാവ് എന്നെ അയച്ചതുപോലെ. ഇതിനെ അയക്കുക എന്ന് പറയുന്നത്, അയക്കുക എന്ന് പറയുന്നതിന് കുറേ അർത്ഥതലങ്ങളുണ്ട്. ആദ്യത്തേത്, അയക്കൽ എന്ന് പറയുന്ന കാര്യത്തിനകത്ത് ഒരു ഒബീഡിയൻസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചിരുന്നു, അനുസരണക്കേട് എന്നതാണ് പാപം. അനുസരണക്കേട് എന്ന പാപം ചെയ്ത മനുഷ്യനെ വീണ്ടെടുക്കാൻ ഈശോ വരുന്നത് അനുസരണം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അഥവാ അനുസരണം വഴിയാണ് അവിടുന്ന് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അനുസരണമാണ് ഈശോ തൻ്റെ ശുശ്രൂഷയുടെ അടിസ്ഥാനമായി സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തുല്യരായിരുന്നിട്ടും, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും തുല്യരാണെങ്കിലും ആരെയും അയക്കേണ്ടതില്ലെങ്കിലും 3 പേരും ദൈവമാണെങ്കിലും ദൈവിക വ്യക്തികളാണെങ്കിലും ഈശോ സ്വീകരിക്കുകയാണ് ഈ വിധേയത്വം, അനുസരണം. അപ്പം അതുകൊണ്ടാണ് അയക്കപ്പെടുന്നത് കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഭരം ഏൽപ്പിച്ചത് കൊണ്ടാണ് നിർവഹിക്കുന്നത്, അല്ലാണ്ട് അതുകൊണ്ടാണ് വിശുദ്ധൻ സംസാരിക്കുന്നത്, ആരും ഈ ബഹുമതി സ്വമേധയാ ഏറ്റെടുക്കുകയല്ല, പകരം നൽകപ്പെടുകയാണ്. മിശിഹായിൽ നൽകപ്പെടുകയല്ലാതെ ആരും ഇത് ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പൗരോഹിത്യത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പം വൈദികരായ ഞങ്ങളും മറ്റുള്ളവരും ഒക്കെ എളിമയോടും സന്തോഷത്തോടും കൂടി ഓർക്കേണ്ട ഒരു കാര്യം, ഇത് ഞങ്ങളുടെ ഒരു തിരഞ്ഞെടുപ്പല്ല. അവിടുന്ന് തിരഞ്ഞെടുത്തു, ഞങ്ങൾ അതിന് വിധേയപ്പെട്ടു.
അനുസരിച്ചു. പിതാവ് പുത്രനെ അയക്കാൻ തീരുമാനിക്കുന്നു, പുത്രൻ അത് സ്വീകരിക്കുന്നു. എന്നതുപോലെ മിശിഹ വിളിക്കുന്നു, ഞങ്ങളത് സ്വീകരിക്കുന്നു. അപ്പോൾ അതിനകത്തൊരു റിസപ്റ്റീവ് എലമെൻ്റാണുള്ളത്, സ്വീകരിക്കലാണുള്ളത്, എളിമയോടുകൂടെ സ്വീകരിക്കലാണ്. വിശുദ്ധ ലിഖിതങ്ങൾക്കകത്ത് മുഴുവനും അങ്ങനെ കാണും. എന്നെ അനുഗമിക്കുക, അവൻ അവരോട് പറഞ്ഞു, അവൻ അവരെ അനുഗമിച്ചു. സ്വന്തം നിലയ്ക്ക് ചെയ്യുകയല്ല, ഈശോ ആവശ്യപ്പെടുന്നത് അവർ ചെയ്യുന്നു. കർത്താവ് പോവുക എന്ന് പറയുന്നു, അവർ പോകുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അപ്പോൾ അയക്കപ്പെട്ടിട്ട് പോകുന്ന ഒരാൾക്ക് ഈ ശുശ്രൂഷ നിർവഹിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ സ്വമേധയെ ആർക്കും ഇത് ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ്. ദാറ്റ്സ് ഫാർ ബിയോണ്ട് ഹിസ് കപ്പാസിറ്റീസ്. ഒരാളുടെ കഴിവുകളുടെ അപ്പുറത്താണ് ഇത്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ സ്വമേധയെ അങ്ങോട്ട് ഏറ്റെടുക്കുന്ന കാര്യമല്ലാതെ കർത്താവ് ഭരമേൽപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒരാൾക്ക് സ്വമേധയാ എന്നാൽ എൻ്റെ വീട് ഞാൻ തന്നെ അങ്ങ് വെഞ്ചരിച്ച് കളയാം എന്ന് പറയാൻ പറ്റാത്തത്. കർത്താവായ മിശിഹ ഭരമേൽപ്പിക്കുന്ന ഒരാൾ എളിമയോടെ സ്വീകരിച്ച് നിർവഹിക്കേണ്ട ശുശ്രൂഷയാണെന്നുള്ളത് വിവേകവും ധ്യാനവും ജ്ഞാനവും ഉള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം അപ്പോഴേ അത് നടക്കുകയും ചെയ്യുള്ളൂ. ഒരാൾ സ്വമേധയാ പോകുമ്പോഴല്ല, ഈശോ അയക്കുമ്പോഴാണ് ആ അയക്കപ്പെടലിൻ്റെ ശുശ്രൂഷ നടക്കുന്നത്. റോമാലേഖനത്തിനകത്ത് നമ്മൾ വായിക്കും, അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും, അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും. എന്താ അപ്പം ഒരാൾക്ക് പ്രസംഗിക്കാൻ പാടില്ലേ? ആർക്കാണ് ഇപ്പോൾ പ്രസംഗിക്കാൻ അറിയാൻ പാടില്ലാത്ത എത്ര പേര് പ്രസംഗിക്കുന്നവരുണ്ട് അല്ലേ? നല്ലവണ്ണം പ്രസംഗിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. അപ്പോൾ ഇനി അയക്കപ്പെടുന്നില്ല എന്തുകൊണ്ട് എങ്ങനെ പ്രസംഗിക്കുമെന്ന് പറയാൻ കാരണം എന്താണ്? അയക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അപ്പസ്തോലികമാണ്. അതായത് അയക്കപ്പെട്ടവൻ എന്നാണ് എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് അപ്പസ്തോലൻ എന്നാണ്. അപ്പസ്തോലോസ്, എപ്പിസ്കോപ്പോസ്, അത് അയക്കപ്പെട്ടവനാണ്. അപ്പസ്തോലൻ അയക്കപ്പെട്ടവനാണ്, സ്ലീഹ അയക്കപ്പെട്ടവനാണ്. അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രഘോഷിക്കും എന്ന് പറഞ്ഞാൽ, ശ്ലൈഹിക ശുശ്രൂഷയില്ലെങ്കിൽ, ശ്ലൈഹികതയുടെ സെൻഡിങ് ഇല്ലെങ്കിൽ എങ്ങനെ ഈ ശുശ്രൂഷ നിർവഹിക്കുമെന്നാണ് അതിൻ്റെ ഉള്ളർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കണം, പൗരോഹിത്യം അത് ഒരാളുടെ മേന്മയാൽ അല്ലെങ്കിൽ വിൽഫുൾ അല്ലെങ്കിൽ ഒരാൾ സ്വീകരിക്കുന്നതല്ല, നൽകപ്പെടുന്നതാണ്. സന്യാസത്തിന് മറുവശമാണല്ലോ. സന്യാസം ഒരാൾ തന്നെ ഓഫർ ചെയ്യുന്നതാണ്. കർത്താവ് വ്രതങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു, കർത്താവ് അത് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നാൽ മറുവശത്ത് പൗരോഹിത്യത്തിൻ്റെ കാര്യത്തിലോ തിരിച്ചാണ്. കർത്താവ് ആവശ്യപ്പെടുന്നു, ഈ ആൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. ഈശോയാണത് നൽകുന്നത്, ഈശോയാണ് അഭിഷേകം ചെയ്യുന്നത്, ഈശോയാണത് നൽകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു വൊക്കേഷനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഒക്കെ ഉണ്ടല്ലോ, കുട്ടികളോട് സംസാരിക്കുമ്പം നീ ഒന്ന് അച്ഛനാകാൻ പോടാ എന്ന് പറയുകയല്ല, നീ നമുക്കൊരു 2 ദൈവവിളികൾ കിട്ടണം എന്ന് പറയുകയല്ല. പകരം തിരിച്ചാണ് പറയുന്നത്. എന്താണ്? മിശിഹ വിളിക്കുന്നെങ്കിൽ അത് തിരിച്ചറിയാനും റെസ്പോണ്ട് ചെയ്യാനും പഠിപ്പിക്കണം. റെസ്പോണ്ട് ചെയ്യാൻ, പ്രത്യുത്തരിക്കാൻ, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വിളിക്കപ്പെടുക അല്ലാതെ ആർക്കും സ്വമേധയെ അത് സ്വീകരിക്കാൻ പറ്റത്തേയില്ല. അപ്പോൾ കർത്താവ് വിളിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനാണ് നമ്മൾ കുഞ്ഞുങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഇനി അത് പൗരോഹിത്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. മൂന്നാമത് തിരുപ്പട്ട കൂദാശയാൽ പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ്. ഇനി അവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടെന്ന് മാത്രമല്ല, അടുത്തതെന്താണ്? ദേ ആർ അപ്പോയിൻറ്റഡ്, ദേ ആർ ഓർഡൈൻഡ്. അവർ തിരുപ്പട്ട കൂദാശയാൽ വിശുദ്ധീകരിക്കപ്പെടുകയും വേർതിരിക്കപ്പെടുകയും നിയമിക്കപ്പെടുകയും ചെയ്യുന്നവരാണ്. അവർ അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. അവർ ഒരു ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. അവർ അതിനുവേണ്ടി മാറ്റി നിർത്തപ്പെട്ടവരാണ്. പൊതുസമൂഹത്തിൽ നിന്ന്, ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ദൈവിക കാര്യങ്ങൾക്കായി ദൈവം സെപ്പറേറ്റ് ചെയ്തവരാണ്. നമ്മൾ തിരുപ്പട്ടത്തിൻ്റെ ഗീതങ്ങൾക്കകത്തൊക്കെ അത് ആവർത്തിച്ച് പറയുന്നത് നമ്മൾ കാണും. എന്നിട്ടോ ഇനി പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ്. ആ കൂദാശയാൽ ശിരസായ മിശിഹായുടെ വ്യക്തിത്വത്തിൽ സഭയുടെ എല്ലാ അംഗങ്ങളുടെയും സേവനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ പരിശുദ്ധ റൂഹ അവരെ പ്രാപ്തരാക്കുന്നു. നോക്കുക, മിശിഹായുടെ പേഴ്സണിൽ സഭയുടെ എല്ലാ അംഗങ്ങളുടെയും സേവനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവ് അവരെ പ്രാപ്തരാക്കുന്നു. എന്താണ് ഈ പറഞ്ഞതിൻ്റെ കോർ? ഇൻ പെർസോണ ക്രിസ്തി എന്നാണ്. ഇൻ പെർസോണ ക്രിസ്തി എന്ന് വെച്ചാൽ ഈശോ മിശിഹായുടെ വ്യക്തിത്വത്തിലാണ് ഒരു വൈദികൻ തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, പൗരോഹിത്യം ഒരർത്ഥത്തിൽ ഒരു വിവാഹമാണ്. എന്താണ് വിവാഹത്തിൽ നടക്കുന്നത്? വധുവും വരനും തമ്മിൽ ചേർന്ന് ഒരാളായി മാറും. അതിനെയാണ് വിവാഹം എന്ന് വിളിക്കുന്നത്. രണ്ടും കൂടെ. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധഗ്രന്ഥത്തിൽ വായിക്കും, ഇനിമേൽ നിങ്ങൾ 2 അല്ല ഒറ്റ ശരീരമായിരിക്കും. ഒറ്റ വ്യക്തിയായി മാറുന്നു, ഒറ്റ ശരീരമായി മാറുന്നു, 2 പേരും ഒരുമിച്ച് ചേർന്ന്. ഇനി ഇതുതന്നെയാണ് വിവാഹത്തിൽ സംഭവിക്കുന്നത്. പൗരോഹിത്യത്തിൽ സംഭവിക്കുന്നത്. പൗരോഹിത്യത്തിൽ ഈ ഒരുമിച്ച് ചേരൽ 2 മനുഷ്യ വ്യക്തികൾ തമ്മിലല്ല, ഒരു മനുഷ്യ വ്യക്തിയും മിശിഹ എന്ന ദൈവിക വ്യക്തിയും തമ്മിലാണ് ഈ സംയോജനം നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ വ്യത്യാസം. അതായത് ഒരു വൈദികാർത്ഥി തിരുപ്പട്ട കൂദാശ സ്വീകരിക്കാനായി മെത്രാൻ്റെ മുൻപാകെ മുട്ടുകുത്തി നിൽക്കുകയും മെത്രാൻ തൻ്റെ കൈവെപ്പ് വഴി ഈ തൻ്റെ ശൈഹിക അധികാരത്തിൽ
ആ വ്യക്തിയെ പങ്കുചേർക്കുകയും അതിന് ശുശ്രൂഷയ്ക്കായി നിയമിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഈ വൈദികാർത്ഥിയുടെ മാനുഷിക ഹ്യൂമൻ പേഴ്സൺ, ഈ കാൻഡിഡേറ്റിൻ്റെ മാനുഷിക വ്യക്തിത്വം, മനുഷ്യ വ്യക്തി മിശിഹായുടെ ദൈവിക വ്യക്തിത്വവുമായി കലർന്ന് വേർതിരിക്കാൻ കഴിയാത്തതുപോലെ ഒന്നായിത്തീരും. ഈ കാൻഡിഡേറ്റിൻ്റെ ഈ വൈദികാർത്ഥിയുടെ ഹ്യൂമൻ പേഴ്സണാലിറ്റി അതും മിശിഹായുടെ ദൈവിക വ്യക്തിത്വവും കൂടെ സമന്വയിച്ച് ഒരുമിച്ച് ചേരും. ഇവ രണ്ടും കൂടെ പിന്നെ ഒരുമിച്ചാണ് ഇരിക്കുക. വേർതിരിച്ചെടുക്കാൻ കഴിയാത്തതുപോലെ അവ ഒരുമിക്കും. എന്ന് വെച്ചാൽ പിന്നീട് അച്ഛനായിരിക്കുന്ന സമയവും അല്ലാത്ത സമയമൊന്നുമില്ല. എന്ന് വെച്ചാൽ ചിലപ്പോഴേക്കും അച്ഛന്മാരിങ്ങനെ തമാശയൊക്കെ പറയാറില്ല, ഞാൻ അകത്ത് പോയിട്ട് ഉടുപ്പിട്ടിട്ട് അച്ഛനായിട്ട് വരാം എന്നൊക്കെ അച്ഛന്മാർ ചിലപ്പോൾ തമാശ പറയുന്നതൊക്കെ. എന്നിട്ട് ആൾക്കാർ വന്നിട്ട് ഷർട്ടൊക്കെ ഇട്ട് നമ്മൾ അച്ഛനില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ ഇപ്പം അച്ഛനായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ഉടുപ്പിലോ ഒരു പ്രത്യേക ദൗത്യത്തിലല്ല. അതേസമയം ഒരു ജോലിയെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം ആ ജോലിയിലായിരിക്കുമ്പോഴാണ്, ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ അദ്ദേഹം തൻ്റെ സർവീസിലായിരിക്കുമ്പോഴാണ് അദ്ദേഹം പോലീസ് ഓഫീസറായിരിക്കുന്നത്. സർവീസ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്താൽ പിന്നെ ഇല്ല. അതുപോലെയല്ല പൗരോഹിത്യം ഒരാളെ ഭരമേൽപ്പിക്കുന്ന ഒരു ജോലിയല്ല, അത് അയാളുടെ വ്യക്തിത്വവുമായി കലർന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വൈദികൻ അദ്ദേഹം റിട്ടയർ ചെയ്താലും അദ്ദേഹം ആക്റ്റീവ് മിനിസ്ട്രിയിലായാലും ഇവൻ തളർന്നു കിടക്കുകയാണെങ്കിലും ഒക്കെ അദ്ദേഹം പരിപൂർണമായും പുരോഹിതനാണ്. കാരണം എന്താണ്? മിശിഹായുടെ നിത്യ പൗരോഹിത്യമാണ് ഈ വ്യക്തി സ്വീകരിക്കുന്നത്. അതെങ്ങനെയാണ്? മിശിഹായുടെ വ്യക്തിത്വം തന്നെയാണ് സ്വീകരിക്കുന്നത്. മിശിഹ എന്ന വ്യക്തി തന്നെയാണ് അതുകൊണ്ടാണ് കാർമ്മികൻ, നമ്മൾ കുർബാനയിലൊക്കെ കേട്ടിട്ടില്ലേ, ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് തന്നെ മനഃചാഞ്ചല്യം കൂടാതെ കാർമ്മികൻ അരുൾ പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇത് എൻ്റെ ശരീരമാണെന്ന് അവൻ പറഞ്ഞു എന്നല്ല, ഇതെൻ്റെ ശരീരം പോലെ ഇരിക്കുന്നുവെന്നല്ല, ഇതെൻ്റെ ശരീരമാണ് എന്ന് പറയാനുള്ള കാരണം മിശിഹായുടെ വ്യക്തിത്വവും ഈ മാനുഷിക വ്യക്തിത്വവും കലർന്ന് ഒരു പേഴ്സണായി മാറുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരു പേഴ്സണായി മാറുന്നു. അത് വൈദികർ ഒത്തിരി എളിമയോടുകൂടെ തിരിച്ചറിയുന്ന കാര്യമാണ്. സഭ ഒത്തിരി സന്തോഷത്തോടെ സ്വീകരിക്കുന്ന കാര്യമാണ്. കാരണം എന്താണ്? ഒന്ന് എളിമയുടേതാണ്. കാരണം മിശിഹായുടെ പരിപൂർണതയുള്ള പരിശുദ്ധമായ വ്യക്തിത്വവുമായി ഒരു 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 സാധാരണ ഒരു സൃഷ്ടിയാകുന്ന ഒരു മനുഷ്യനെ എത്രമാത്രം ആ വ്യക്തി വിശുദ്ധീകരിക്കപ്പെട്ടതാണ് എങ്കിൽ പോലും അത് തമ്മിൽ ചേരുക എന്ന് പറയുന്നത് അത് മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു കാര്യമാണ്. ദൈവത്തിന് എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടത്? ദൈവം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എൻ്റെ ബലഹീനതയിലും നിസ്സാരതയിലും എൻ്റെ വെറും മാനുഷിക അസ്തിത്വത്തിലും ആണല്ലോ അവിടുന്ന് തന്നെ സമർപ്പിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുന്ന ഏതൊരു വൈദികനും വളരെ വലിയ എളിമയോടുകൂടെ മാത്രമേ ഈ കൂദാശകൾ പരികർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. മറുവശത്ത് അതിനകത്തൊരു വലിയ സന്തോഷമുണ്ട്. എന്താണ് സന്തോഷം? പട്ടം കിട്ടിയില്ല എന്നുള്ള സന്തോഷമല്ല, പകരം ദൈവജനത്തെ മിശിഹ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ സന്തോഷമാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം ദൈവജനത്തിന് വേണ്ടിയാണ് ഈ പൗരോഹിത്യം കർത്താവ് കൈമാറുന്നത്. എന്ന് വെച്ചാൽ അത് അച്ഛൻ്റെ മഹത്വത്തിന് വേണ്ടിയല്ല, ദൈവജനത്തിന് ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അവ നൽകാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ അത് ദൈവജനമാണ്. ഒപ്പം ആ വൈദികൻ്റെ ആത്മരക്ഷയുമാണ്. തീർച്ചയായിട്ടും ഈ വൈദികൻ്റെ ആത്മരക്ഷയും സ്വർഗവും എല്ലാം അതിനകത്തുണ്ട്. ആ വിളിയും പ്രത്യേകമായ സവിശേഷ അവയവങ്ങളായി ഞങ്ങളെ തിരഞ്ഞെടുത്തു എന്നൊക്കെ കുർബാനയിൽ കാർമ്മികൻ പ്രാർത്ഥിക്കുന്നത്, സ്വകാര്യമായി പ്രാർത്ഥിക്കുന്നത് ചിലപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. സഭയുടെ സവിശേഷ അവയവങ്ങൾ ആകുന്നു എന്നുള്ളത് അതൊരു ഒരു കേമത്വം എന്നതിനേക്കാൾ അത് ശുശ്രൂഷയുടേതാണ്. ഉദാഹരണത്തിന് നമുക്കറിയാലോ, കൈകൾക്ക് കാലിനേക്കാൾ കുറച്ചുകൂടെ പ്രാധാന്യം ഉണ്ടെന്ന് സങ്കല്പിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. ഉണ്ടെന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തിനായിരിക്കും അത്? എല്ലാ കാര്യങ്ങളും ശരീരത്തിന് മുഴുവൻ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് കാലിൽ അഴുക്ക് പറ്റുമ്പം അത് കഴുകി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഭക്ഷണം വാരി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലേ? എന്നുവെച്ചാൽ ആ ശരീരത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കാൻ വേണ്ടിയാണ് ഈ കൂടുതൽ ശ്രേഷ്ഠമായ അവയവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അതുപോലെ ശിരസ്സിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. മിശിഹായാണ് ശിരസ് എന്നൊക്കെ ഈശോ തന്നെ പറയുകയും ചെയ്തു. അപ്പം ശിരസ് അതിൻ്റെ മഹത്വം എന്നതിൻ്റെ അപ്പുറത്ത് ശരീരത്തെ മുഴുവനും കോർഡിനേറ്റ് ചെയ്യുന്ന വലിയ ദൗത്യം നിർവഹിക്കുന്നതാണ് ശിരസ്. അതില്ല എന്ന് വിചാരിച്ചു, അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു, ഈ ബോഡി കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പം അത്രയും വലിയ ഉയർന്ന ദൗത്യങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഉന്നതമായ ദൗത്യങ്ങൾ നിർവഹിക്കുന്നു. അതാർക്ക് വേണ്ടിയാണ്? ശരീരത്തിന് മുഴുവനും വേണ്ടിയാണ്. കൈ ഒരിക്കലും കൈക്ക് വേണ്ടിയല്ല അധ്വാനിക്കുന്നത്. കൈ കുറേ പണിയെടുക്കുന്നതുകൊണ്ട് കൈക്കല്ല മെച്ചം ഉണ്ടാവുക. കൈ തന്നെ എല്ലാത്തിനെയും കഴുകി വൃത്തിയാക്കുന്നു, കൈയെടുത്ത് ഭക്ഷണം കൊടുക്കുന്നു. അതുകൊണ്ട് കൈക്കല്ല മെച്ചമുണ്ടാകും. കൈക്കും മെച്ചമുണ്ട് ശരീരത്തിൻ്റെ ഭാഗമായതുകൊണ്ട്. പക്ഷേ അത് കൂടുതൽ അധ്വാനിക്കുന്നുവെങ്കിൽ, കൂടുതൽ വിലയുള്ളതാണെങ്കിൽ, കണ്ണ് കൂടുതൽ നമ്മൾ ശ്രദ്ധയോടെ, അല്ലേ? വേറെന്ത് പോയാലും കണ്ണൊന്നും പറ്റാതിരിക്കാൻ നമ്മൾ കണ്ണിക്കൊള്ളാതൊക്കെ പെട്ടെന്ന് നോക്കിയല്ലേ. അപ്പോൾ കയ്യെ കൊണ്ടോട്ടെന്ന് വെച്ചിട്ട് കണ്ണിനെയൊക്കെ തടഞ്ഞു കളയും. നമ്മളൊരു കണ്ണിലേക്ക് ഒരു സാധനം വരികയാണെങ്കിൽ കൈ കൊണ്ട് തടയും. കൈ മുറിയല്ലോ എന്ന് കൈ വിചാരിക്കുകയില്ല.
കണ്ണിനെ തടയും. കാരണം എന്താണ്? കണ്ണ് കൂടുതൽ വിലപ്പെട്ടത്. എന്തുകൊണ്ടാണ് കണ്ണ് കൂടുതൽ വിലപ്പെട്ടായിരിക്കുന്നത്? കണ്ണുണ്ടെങ്കിലേ ശരീരത്തിന് പ്രകാശം ഉണ്ടാവുകയുള്ളൂ, ശരീരത്തിന് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ, ശരീരത്തിന് സുരക്ഷിതത്വം ഉണ്ടാവുകയുള്ളൂ. എല്ലാം ഉണ്ടാകുന്നത് അതുവഴിയാണ്. അപ്പം കൂടുതൽ പ്രധാനപ്പെട്ട അവയവങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതൽ ശുശ്രൂഷ ചെയ്യുന്ന അവയവങ്ങളെന്നോ കൂടുതൽ നന്മ തരുന്ന അവയവങ്ങളെന്നോ ശരീരത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കൂടുതൽ അധ്വാനിക്കുന്ന അവയവങ്ങളെന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ റൂഹ ഒരാളെ ഒക്കെ പൗരോഹിത്യം നൽകുന്നതിന് സഭയുടെ നന്മ എന്നുള്ള ലക്ഷ്യം അതിനകത്തുണ്ട്. തുടർന്ന് നമ്മളിങ്ങനെ വായിക്കും, വൈദിക പട്ടം സ്വീകരിച്ച ശുശ്രൂഷകൻ പുരോഹിതനായ മിശിഹായുടെ ഒരു പ്രതീക ചിത്രം പോലെയാണ്. അതിനാൽ സഭയുടെ കൂദാശ പൂർണ്ണമായും ദൃശ്യമാക്കപ്പെടുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. മെത്രാൻ്റെ ശുശ്രൂഷ ഏറ്റവും പ്രകടമാകുന്നത് പരിശുദ്ധ കുർബാനയിലുള്ള അദ്ദേഹത്തിൻ്റെ ആധ്യക്ഷം വഹിക്കലിലാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തുടങ്ങാം. പൗരോഹിത്യത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. ഇനി അതിനകത്ത് നമുക്ക് ബാക്കിയുള്ളവരുടെ ദൗത്യങ്ങൾ, ശുശ്രൂഷകളുടെ ദൗത്യങ്ങൾ, ഗായകരുടെ ദൗത്യങ്ങൾ, ഇങ്ങനെ സമൂഹത്തിൻ്റെ മുഴുവനും ദൗത്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാനുണ്ട്. സമയങ്ങൾ തീരുന്നതുകൊണ്ട് നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ഈ കൂദാശ അനുകരണമായ ഭവന വെഞ്ചരിപ്പ് അത് നമ്മൾ ഇപ്പം റൈറ്റ് അനുസരിച്ച് ഇടവകാരിയെ കൊണ്ട് ചെയ്യിക്കണമെന്ന് സഭ പറയുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഈ കാനൻ ലോ നമ്മൾ തെറ്റിക്കുന്ന അനുസരണക്കേടാവുന്നത് കൊണ്ടാണോ, അതോ ഈ വെഞ്ചരിപ്പിലൂടെ പൈശാചികരെ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇടവകാരിയിൽ നിക്ഷിപ്തമായത് കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, അതൊരു പൗരോഹിത്യ ശുശ്രൂഷയാണ്, പൗരോഹിത്യ ധർമ്മമാണ്. കാരണം ഒരു ഭവനം വെഞ്ചരിക്കുമ്പം അതൊരു മാന്ത്രിക വിദ്യയൊന്നും അല്ല എന്ന് നമുക്കറിയാം. പകരം എന്താണ്? പരിശുദ്ധ സഭയുടെ ശുദ്ധീകരണ ദൗത്യം തിരുസഭ നിർവഹിക്കുന്നതാണ്. ഒരു ഭവനത്തെ ശുദ്ധീകരിക്കുമ്പം അതിനെ കെട്ടിടത്തെ അല്ല ആദ്യം ശുദ്ധീകരിക്കുന്നത്, കുടുംബ ബന്ധത്തെയാണ്. ഒരു വീട് വെഞ്ചരിപ്പ് നമ്മൾ പറയാറുണ്ടെങ്കിലും പലപ്പോഴും ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറൊന്നുമില്ല, അല്ലേ? ആ കുടുംബത്തിൻ്റെ ബന്ധത്തെയാണ് വിശുദ്ധീകരിക്കുന്നത്. മാതാപിതാക്കൾ, മക്കൾ ഒക്കെ തമ്മിലുള്ള ബന്ധത്തെ. പലപ്പോഴും അവരൊരു വർഷം ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകുമ്പം അവരുടെ വാക്കുകളിലൂടെ, ഇഷ്ടക്കേടുകളിലൂടെ, ചെറിയ കുഞ്ഞ് കലഹത്തിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബഹുമാനമില്ലായ്മയിലൂടെയൊക്കെ അവർ നഷ്ടപ്പെടുത്തി കളയുന്ന അവരുടെ ബന്ധമുണ്ട്. അപ്പോൾ അതുവഴി ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് അവരകലുകയും ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്ന ആദവും ഹവ്വായും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്ന അവർ തമ്മിലുള്ള ബന്ധമാണ് നഷ്ടപ്പെടുന്നതിലൊന്ന്. അതുകൊണ്ടാണ് നീ എനിക്ക് തന്ന ആ സ്ത്രീ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പാപ സാഹചര്യങ്ങളോട് ജീവിക്കുന്ന മനുഷ്യരുടെ ബന്ധങ്ങൾ കുറച്ച് വികലമാകും. അവർ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ പോലും അവർ തമ്മിലുള്ള അകൽച്ചയൊക്കെ ഉണ്ട്. അപ്പം ഒന്നാമതൊരു ഭവനം വെഞ്ചരിക്കാനായിട്ടൊരു കാർമ്മികൻ വരുമ്പോൾ വെഞ്ചരിക്കുന്നത്, വിശുദ്ധീകരിക്കുന്നത്, പുനഃസ്ഥാപിക്കുന്നത് അവരുടെ ബന്ധത്തെയാണ്. ഇനി രണ്ടാമത് ആ ഭവനാംഗങ്ങൾ മുഴുവനും വിശുദ്ധീകരിക്കപ്പെടുന്നു, അവരെ സാങ്ക്ടിഫൈ ചെയ്യുന്നു. മൂന്നാമത് അവർ അധിവസിക്കുന്ന സ്ഥലത്തെ, ആ ഭവനത്തെ, അന്തരീക്ഷത്തെ ആശീർവദിക്കുന്നു. നാലാമത് അതുമായി ബന്ധപ്പെട്ട് കിടന്നവരെ ഉപജീവന വസ്തുക്കളോ കാര്യങ്ങളോ, ഇപ്പോൾ പശു തൊഴുത്ത് അങ്ങനെയൊക്കെ ഉണ്ടാകത്തില്ലേ, അപ്പം അങ്ങനെ അവയും കൂടി ഇത്രയും കാര്യങ്ങളെ വിശുദ്ധീകരിക്കുന്ന, അവരെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുന്ന, മിശിഹായുടെ സ്നേഹത്തിലേക്ക് വീണ്ടും കൂട്ടിച്ചേർക്കുന്ന, ഒപ്പം പൈശാചിക സ്വാധീനങ്ങളും സാന്നിധ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ ബഹിഷ്കരിക്കുന്ന പ്രവൃത്തിയാണ് ഈ വീട് വെഞ്ചരിപ്പം. ഇനി അതുകൊണ്ട് തന്നെ ഏതൊരു വൈദികനും അത് നിർവഹിക്കാമല്ലോ. പക്ഷേ അടുത്ത പ്രശ്നം എന്താണ്? അങ്ങനെയാണെങ്കിൽ പോലും ഇടവക വികാരിയച്ഛനാണ് അത് ചെയ്യേണ്ടത്. അതിൻ്റെ കാരണം എന്താണ്? ഹി ഈസ് ദ പാസ്റ്റർ എന്ന് വെച്ചാൽ ആ കുടുംബത്തിൻ്റെ അജപാലന കടമ, ഉത്തരവാദിത്വം സഭ നൽകിയിരിക്കുന്നത്, ഭരമേൽപ്പിച്ചിരിക്കുന്നത് ആ ഇടവകയുടെ വികാരിയാണ്. അദ്ദേഹമാണ് ആ കുടുംബത്തിൻ്റെ നാഥൻ, ആ കുടുംബത്തെ സൂക്ഷിക്കാൻ കടപ്പെട്ടയാൾ. അതുകൊണ്ട് ആ അധികാരത്തെ ദൈവജനത്തിന് വിശദമാക്കുകയും കൂടി ചെയ്യുന്ന ഒരു സിംബോളിക് ആക്റ്റാണ് വികാരിയച്ഛൻ്റെ ഈ അധികാരം. അതുകൊണ്ട് വികാരിയച്ഛനാണത് ചെയ്യേണ്ടത്. ഇനി അച്ഛൻ്റെ കൂടെ ഒരു വൈദികനോട് വന്നിട്ടുണ്ട്, അച്ഛൻ അനുവദിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു വൈദികന് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ അപ്പോഴും ഈ അനുവാദത്തിൽ തന്നെ വേണം അത് ചെയ്യാൻ എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് പറഞ്ഞ കാര്യമെല്ലാം ഉണ്ട്. ഇത് സഭയുടെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ സഭ ഔദ്യോഗികമായി നിയമിച്ചിരിക്കുന്ന ആ വ്യക്തി, സഭ ഔദ്യോഗികമായ ആ രൂപതയിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന മെത്രാൻ, ആ മെത്രാൻ നിയോഗിച്ചിരിക്കുന്ന വൈദികൻ, അദ്ദേഹമാണ് അത് നിർവഹിക്കേണ്ടത്. അപ്പോഴാണത് തിരുസഭയുടെ ശുശ്രൂഷയാവുക. ഈശോ മിശിഹ പരിശുദ്ധ സഭയ്ക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധീകരണ അധികാരം അത് ആ കുടുംബത്തിന് കൈമാറ്റം ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് അതൊരു തീർത്തും ഒരു പേഴ്സണൽ കാര്യമല്ല, വെറുതെ വികാരിയച്ഛൻ്റെ അധികാരത്തിൽ നിലനിർത്താൻ വേണ്ടി മാത്രമുള്ളതല്ല. പകരം പരിശുദ്ധ സഭയുടെ
ദൗത്യം, ആ കുടുംബത്തിൻ്റെ മേലുള്ള സഭയുടെ അധികാരം, വികാരിയച്ഛൻ എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ പൈതൃകമായ ഉത്തരവാദിത്തം, അജപാലകൻ എന്നുള്ള ദൗത്യം, അതിനെയൊക്കെ സൂചിപ്പിക്കുക കൂടി ചെയ്യുന്ന വികാരിയച്ഛൻ്റെ അവകാശമാണത്, ഉത്തരവാദിത്തമാണ്. എൻ്റെ ചോദ്യം ഏതാണ്, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ ഹവ്വായും സർപ്പം തമ്മിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത് പിതാവായ ദൈവം കേട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് പിതാവായ ദൈവം ഇടപെടലില്ല. പക്ഷെ മനുഷ്യർക്ക് ദൈവം ഒരു അധികാരം കൊടുക്കുന്ന പോലെ തോന്നുന്നു. നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് അച്ഛനായാലും പറയണം. പിന്നെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, യോഹന്നാൻ ശിഷ്യന്മാരെ പഠിച്ച പ്രാർത്ഥന എന്താണ്? യോഹന്നാൻ ഏത് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയെ കുറിച്ചാണ് പറയണേ? യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിനോട് വന്ന് പറയണില്ലേ, യോഹന്നാൻ ശിഷ്യന്മാർ. ഓക്കെ അങ്ങനെ മറ്റേ സ്നാപ യോഹന്നാൻ്റെ കാര്യമാണ്, ഞാൻ യോഹന്നാൻ സ്ലീഹയുടെ കാര്യം ഓർത്തത്. ഓക്കെ, ഒന്നാമത്തേത് പഴയ നിയമമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ലുമിൻജൻസി ദൈവരൂപം പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഉൽപ്പത്തി വിവരണത്തെക്കുറിച്ച് നമ്മൾ കാര്യമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ സംസാരിക്കുന്നത് അത് ഹിസ്റ്റോറിക്കോ തിയോളജിക്കൽ നാരേറ്റീവാണ്. അതൊരു തിയോളജിക്കൽ നാരേറ്റീവാണ്. അവിടെ പറയുന്ന കാര്യങ്ങളുടെ ലിറ്ററൽ സെൻസിന് അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി പശ്ചാത്തലം ഇത് പറഞ്ഞാലാണ് നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റും. ഇനി അവിടെ നിന്ന് ആര് കേട്ടില്ല എന്നുള്ളതിനകത്ത് പ്രസക്തി പോലില്ല. കാരണം ഇതൊരു ഒരു 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 പ്രത്യേക തരത്തിലുള്ള ഒരു നരേഷനാണ്. ദൈവം എല്ലാം അറിയുകയും എല്ലാം കേൾക്കുകയും ചെയ്യുന്ന ആൾ തന്നെയാണ്. ദൈവം അന്ന് കൊടുത്തിരിക്കുന്ന അതേ സ്വാതന്ത്ര്യം തന്നെയാണ് ഇന്നും മനുഷ്യർക്കുള്ളത്. ഇതാണ് ആ വിശുദ്ധ ഭാഗത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ദൈവം അവരെ അനുവദിച്ചിരിക്കുന്നു, അവർക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. എന്തിനൊക്കെ ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നിൻ്റെ നന്മ ഏതാണെന്ന് ദൈവം അവരെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എന്തിനാണ് അങ്ങനെ കൊടുത്തത്? നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു, അനുസരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തന്നെ ഛായയാണ്. അത് അവർക്ക് ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെ ഒത്തിരി ഘടകങ്ങൾ കൂടിച്ചേരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് അവർ പിതാവ് കേട്ടോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ ഒരു പ്രസക്തമായ കാര്യമല്ല. ദൈവത്തിനെല്ലാം അറിയാം, പക്ഷേ അവരുടെ സ്വാതന്ത്ര്യം ദൈവം ബലമതിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിന് ദൈവം വിട്ടുകൊടുത്തു. ദൈവം അവരുടെ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ടാണ് അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് നമ്മളങ്ങനെയാണ്. ഇനി അടുത്ത കാര്യം, ഇന്ന് നമുക്കെങ്ങനെയാണ്? നമുക്കും അങ്ങനെ തന്നെയാണ്. ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ കവർന്നെടുക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യാതെയാണ് നമുക്ക് ധാർമ്മികതയുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ നിയമങ്ങൾ തരുകയൊക്കെ ചെയ്യുന്നത്. അതെടുത്ത് കളഞ്ഞാൽ പിന്നെ നമ്മൾ മനുഷ്യരായിരിക്കും. നമ്മൾ പല പ്രാവശ്യം ഈ വിഷയം സംസാരിച്ചിട്ടുള്ളതായിരുന്നു, ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു കാര്യം പറയാനായിരുന്നു, യോഹന്നാൻ പഠിപ്പിച്ച പ്രാർത്ഥന ഏതാണെന്നുള്ള ചോദ്യം അല്ലേ. സ്നാപ യോഹന്നാൻ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു എന്ന് മാത്രമാണ് നമുക്ക് സുവിശേഷത്തിൽ വിവരണമുള്ളത്. അത് ഏത് പ്രാർത്ഥനയാണെന്നല്ല. അവരൊരുമിച്ച് കൂടുകയും അവർ ഒരു പഴയ നിയമത്തിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ അവരെ കൂട്ടുകയും അവരങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയോ കണ്ടതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവർക്കും അങ്ങനെ തോന്നി. അപ്പം അതുകൊണ്ട് തന്നെ ഏത് പ്രാർത്ഥനയാണത് എന്ന് ഇന്ന് പ്രസക്തമല്ലാത്തത് കൊണ്ടായിരിക്കാം വിശുദ്ധ ഗ്രന്ഥകാരൻ അതിനെ റിപ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് തരാനോ ഉദ്ദേശിക്കുകയൊന്നും ചെയ്യാത്തത്. യഥാർത്ഥ പ്രാർത്ഥന വന്നതുകൊണ്ട്, ഈശോമിശിഹായിൽ വന്നതുകൊണ്ട്, യോഹന്നാൻ തന്നെ തൻ്റെ ശിഷ്യന്മാരെ ഈശോയുടെ അടുത്തേക്ക് തന്നെ അയക്കുകയും അവിടെ ചെല്ലൂ എന്ന് പറഞ്ഞു വിടുകയും ചെയ്തുകൊണ്ട് പഴയ ആ പ്രാർത്ഥന അത്രയും പ്രസക്തമല്ല. അതൊരു ജിജ്ഞാസയുടെ വിഷയമായിരിക്കാം, പക്ഷേ അത് സഭയ്ക്കൊരു കാലത്ത് അതൊരു വലിയ ജിജ്ഞാസ വിഷയമല്ലായിരുന്നു എനിക്ക് തോന്നുന്നു. ഇന്ന് നമ്മള് കുദാശകളെ പറ്റി പറയാൻ പ്രത്യേകിച്ച് വിവാഹം എന്ന കുദാശ. അപ്പൊ ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരു വലിയൊരു ഇഷ്യൂ ആണ് ഈ വൈദികര് വിവാഹം കഴിക്കുന്നു. വൈദികര് അവര് പട്ടം ഉപേക്ഷിച്ച് വിവാഹം കഴിക്കുന്നു. അതുപോലെ കന്യാസ്ത്രീകളും വിവാഹം കഴിക്കുന്ന സാഹചര്യം. ഇത് എങ്ങനെയാണ് അതിന്റെ എക്സ്പ്ലനേഷൻ? അത് ദൈവികമായ കാഴ്ചപ്പാട് നോക്കിക്കഴിഞ്ഞാൽ അവർ വിവാഹം ചെയ്ത് കുട്ടികളായി അവര് കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും അതൊരു തെറ്റാണോ? അതോ അല്ലെങ്കിൽ ആ വിവാഹത്തിൽ ഉണ്ടായ കുട്ടികൾ എങ്ങനെയായിരിക്കും? അവര് ഒരു പാപത്തിന്റെ സന്തതികളായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ചില അവസരങ്ങളിലെങ്കിലും അത് കൗതാശികമായിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് എന്നും ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ചില വൈദികർക്ക് അവരുടെ സാഹചര്യം വല്ലാതെ വൈദിക പട്ടത്തിൽ തുടരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അവര് അത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ട്. അതെനിക്കറിയാവുന്ന ചില വൈദികരുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർ വിവാഹം എന്ന കൂദാശയിലൂടെ തന്നെ കുടുംബജീവിതം നയിക്കുന്നവരുമാണ്. അപ്പൊ അങ്ങനെ അതിനോടുള്ള അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് എനിക്ക് ആവശ്യം. പിന്നെ കന്യാസികൾ അതൊരു തിരുപ്പട്ടമായിട്ട് കൂട്ടിച്ചേർക്കാൻ സാധിക്കില്ലായിരിക്കും. അതുകൊണ്ട് അവർക്ക് അതിനുള്ള അതെനിക്കറിയത്തില്ല. അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്താൽ വലിയ ഉപകാരമാണ്. അതായത് ആദ്യം സന്യസ്തരെ സംബന്ധിച്ചാണെങ്കിൽ അവർ നടത്തുന്ന വാഗ്ദാനമാണ്, ഞങ്ങൾ ബ്രഹ്മചര്യത്തിൽ ജീവിച്ചു കൊള്ളാമെന്ന് അവർ കൊടുക്കുന്ന വാഗ്ദാനമാണ്. അവർ തന്നെ വെറുതെ കൊടുക്കുകയല്ല, ഔദ്യോഗികമായി സഭയിൽ
ദൈവത്തിന് കൊടുക്കുന്ന വാഗ്ദാനമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വാഗ്ദാന ലംഘനമാണ്. അതുകൊണ്ട് അത് ചെറിയ വാഗ്ദാന ലംഘനമല്ല, ഏറ്റവും പരമമായ വാഗ്ദാനമാണ്, ഏറ്റവും ഒഫീഷ്യലായിട്ടുള്ള ഏറ്റവും ഗൗരവമാർന്നൊരു വാഗ്ദാനമാണ് ഈ സന്യാസിൻ്റെ വാഗ്ദാനം. അപ്പോൾ അതുകൊണ്ട് അത് വയലേറ്റ് ചെയ്യുന്നത് ഗൗരവമുള്ള തിന്മ തന്നെയാണ്. എന്നാൽ പൗരോഹിത്യമായിട്ട് ഇതിന് വ്യത്യാസമുണ്ട്. കാരണം അവർക്ക് പൗരോഹിത്യം ഇല്ലാത്തതുകൊണ്ട് ഇത് തമ്മിൽ ഭയങ്കരമായി വ്യത്യാസപ്പെടും. എന്താണ് പൗരോഹിത്യത്തിൻ്റെ കാര്യം? ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ സാഹചര്യങ്ങൾ വളരെ റെയറാണ്. എന്ന് പറഞ്ഞാൽ സഭയിലുള്ള മൊത്തം ലക്ഷക്കണക്കിന് വൈദികരുമായിട്ട് താരതമ്യം ചെയ്യുമ്പം ഒരു റെയറസ്റ്റ് പെർസെൻറ്റേജ് ആണ്. വളരെ ഒരു 0.001 എന്നൊന്നും പറയാൻ മാത്രം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിനേക്കാളും ചെറിയൊരു വളരെ ചെറു, പക്ഷേ നമുക്കതൊരു ഭയങ്കര ഒരു ഇതായതുകൊണ്ട്, ഒരു ന്യൂസ് ആയതുകൊണ്ടൊക്കെ നമുക്കത് പെട്ടെന്ന്, എന്നാൽ അപൂർവമായിട്ടാണെങ്കിൽ പോലും അങ്ങനെ ഉണ്ടാകും. ഇനി ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യം പറയേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരാൾ പൗരോഹിത്യം സ്വീകരിച്ചാൽ, നൽകപ്പെട്ടാൽ പിന്നെ അത് എന്നേക്കുമുള്ള പൗരോഹിത്യമാണ്. കാരണം പൗരോഹിത്യം നിത്യപൗരോഹിത്യമാണ്. അതാണ് കൊടുക്കുന്നതെന്നുള്ളത് കൊണ്ട് അദ്ദേഹം നിത്യപുരോഹിതൻ തന്നെയാണ് എപ്പോഴും. പൗരോഹിത്യം, അതുകൊണ്ട് തന്നെ പൗരോഹിത്യം ഉപേക്ഷിക്കലോ പൗരോഹിത്യം ഇല്ലാതാകലോ ഒരു കാര്യമില്ല. അദ്ദേഹം എപ്പോഴും പുരോഹിതനാണ്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? സഭ തൻ്റെ അധികാരം ഉപയോഗിച്ച് ആ വ്യക്തിയെ പൗരോഹിത്യ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്ന് തടയും. എന്ന് വെച്ചാൽ ഇഫക്റ്റിൽ അദ്ദേഹം പൗരോഹിത്യ ശുശ്രൂഷകളൊന്നും നിർവഹിക്കാൻ കഴിയാത്ത വൈദികനായിരിക്കും. അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഇനി അത് ശരിക്കും മനസ്സിലാകാനായിട്ട് അതിനകത്തൊരു എക്സെപ്ഷനൊക്കെ പറയാം. അവർക്ക് ഇൻ ഡേഞ്ചർ ഓഫ് ഡെത്ത് എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതുപോലെ പൗരോഹിത്യം ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ ഇന്ന് മാറ്റി നിർത്തപ്പെട്ടതോ ആയ ഒരു വൈദികൻ, എക്സ്പ്രീസ്റ്റ് എന്നൊക്കെ പറയണേ, അവിടെയുണ്ട്. ഒരാൾ മരിക്കാൻ തുടങ്ങിയാണ്, ഒരു ആക്സിഡൻറ്റിൽ മരിക്കാൻ തുടങ്ങുവാണ്. ആ ആൾക്ക് കുമ്പസാരിക്കണം. ഒരു വൈദികന് ഒരിക്കലും എത്തിക്കാൻ പറ്റില്ല. ആ സാഹചര്യത്തിൽ ഇൻ ഡേഞ്ചർ ഓഫ് ഡെത്ത് ഇദ്ദേഹത്തിന് ആ കുദാശ അനുവാദം കൂടാതെ പരികർമ്മം ചെയ്യാം. കാരണം ഈ അനുവാദം പ്രിസപ്പോസ്ഡ് ആണ്. അതായത് എന്തിനു വേണ്ടി? ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് വേണ്ടി അത് ലിഫ്റ്റ് ചെയ്യപ്പെടും. ആ വിലക്ക് നീക്കപ്പെടും. എന്ന് വെച്ചാൽ അതിന് ശേഷം മുതൽ എല്ലാവരും ചെയ്യാന്നല്ല അർത്ഥം, ആ പർട്ടിക്കുലർ കേസിലേക്ക് മാത്രമായിട്ട്. എന്ന് വെച്ചാൽ അത് അങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണ്? പൗരോഹിത്യ മുദ്രയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. 3 കൂദാശകൾക്കൊരു പ്രത്യേകതയുണ്ട്. മാമോദിസ, തൈലാഭിഷേകം, സ്ഥൈര്യലേപനം, തിരുപ്പട്ടം. ഇവ 3ഉം ആത്മാവിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്ന കുദാശകളാണ്. ആത്മാവിൽ മാഞ്ഞു പോവുകയില്ലാത്ത മുദ്ര പതിപ്പിക്കുന്ന, എന്ന് വെച്ചാൽ അവ എന്നേക്കും നിലനിൽക്കുന്ന മുദ്രകളാണ്. മാഞ്ഞു പോവുകയില്ല. മരണത്തിന് പോലും മായ്ച്ചു കളയാൻ പറ്റാത്ത മുദ്രയാണത്. മാമോദിസ മുദ്ര മരണത്തിന് മാഞ്ഞു പോകാൻ നമ്മൾ പിന്നെ സ്വർഗ്ഗത്തിലെത്തുകയില്ലല്ലോ. അത് എപ്പോഴും നിലനിൽക്കും. ഒരാൾ മാമോദിസ സ്വീകരിച്ച ഒരാൾ പിന്നീട് സഭയൊക്കെ വിട്ടുപോവുകയും തിന്മ അറിഞ്ഞ ജീവിതം നയിക്കുകയും മറ്റൊരു മതത്തിൽ ചേരുകയും ഒക്കെ ചെയ്തിട്ട് പിന്നെ തിരിച്ചു വന്നാലും ആൾക്ക് വീണ്ടും റീബാപ്റ്റിസം ഇല്ല, വിശ്വാസപ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. കാരണം അത് ആത്മാവിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിരിക്കുന്നത്. എന്നതുപോലെ തന്നെ പൗരോഹിത്യം സ്വീകരിക്കുന്ന ഒരാളിലും ഈ ആത്മാവിൽ പൗരോഹിത്യത്തിൻ്റെ മായാത്ത മുദ്രയാണ് പതിക്കുന്നത്. ആ മുദ്ര എപ്പോഴും അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ മുദ്രയെ കാത്തു സൂക്ഷിക്കാനും അതിന് ആനുപാതികമായ ജീവിതം നയിക്കാനും വൈദികർക്ക് ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട്. അത് വളരെ സാരമായ ഗൗരവമാർന്ന കടമയാണ് താൻ. ഇനി ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇത് വൈദികൻ തന്നെത്താൻ നിർമ്മിച്ചെടുക്കുന്നതല്ലാത്തതുകൊണ്ടും ദൈവം നൽകിയതായതുകൊണ്ടും ദൈവം അത് തിരിച്ചെടുക്കാത്തതുകൊണ്ട് അത് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. ഇനി അടുത്ത കാര്യം, ഇത് ഉപേക്ഷിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇത് മാറ്റി നിർത്തപ്പെടുമ്പോഴോ എന്തുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട് കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് വൈദികൻ നിരക്കുള്ള ഒരു ശുശ്രൂഷകളും പരികർമ്മം ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കില്ല. അധികാരമുണ്ട്, അനുവാദം ഉണ്ടായിരിക്കില്ല. അനുവാദം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കതിനുള്ള അവകാശം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പരികർമ്മം ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വെച്ചാൽ മാറ്റി നിർത്തപ്പെട്ടാലും ഒരു പ്രൈവറ്റായിട്ട് ഞാൻ കുർബാനയെല്ലാം അങ്ങനെ പറ്റത്തില്ല, മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളതാണ് എന്നേക്കുമായിട്ട്. ഇനി ചില കേസുകളിലൊക്കെ വത്തിക്കാൻ എന്നാണ് കൊടുക്കുക, വിചാരണ നടപടികൾ നടത്തും. ഈ വിചാരണ നടപടികളിൽ ഇദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തെ ഉപേക്ഷിക്കലുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും ഇത് പൗരോഹിത്യ സ്വീകരണം ഇൻവാലിഡ് ആയിരുന്നോ, അദ്ദേഹം പൂർണ്ണമായ ബോധ്യത്തോടും അറിവോടും കൂടിയാണോ സ്വീകരിച്ചത്, ഹ്യൂമൻ എറർ സംഭവിച്ചിട്ടുണ്ടോ, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി ഘടകങ്ങൾ പരിശോധിക്കുകയും വിചാരണകൾ ചെയ്യുകയും ഒക്കെ ചെയ്ത ശേഷം ഇതിൻ്റെ മുഴുവൻ റിപ്പോർട്ടുകൾ അതിൻ്റെ കോടതി നടപടികളെല്ലാം റോമിലേക്ക് പോവുകയും അവിടെ വീണ്ടും പരിശോധിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ട് ഒത്തിരി വർഷങ്ങളൊക്കെ എടുത്ത് ആണത്. അപ്പോൾ അത് കഴിയുന്നത് വരെ ഇദ്ദേഹത്തിന് സാധുവായി വിവാഹം കഴിക്കാൻ കഴിയില്ല. വിവാഹം നമുക്ക് ഉദാശ സ്വീകരിക്കാൻ പറ്റില്ല. എന്നാൽ സഭ അത് അനുവദിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാം, കുടുംബജീവൻ നയിക്കുകയൊക്കെ ചെയ്യാം. ഇനി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അതിനാൽ ഒരു വിധത്തിലും ഒരു പാപത്തിൽ പങ്കാളികളൊന്നുമല്ല. കാരണം അവരതിനകത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല.
ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. ഇനി ഇത് ഓരോന്നും ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ടിരിക്കും, ഓരോ കേസ് ടു കേസ് ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യപ്പെട്ടിരിക്കും. അപ്പം തൻ്റേതല്ലാത്ത കാരണത്താൽ അങ്ങനെ ആയിപ്പോകുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. ചിലപ്പം ഇപ്പോൾ ഒരു മാനുഷികമായി എന്തുകൊണ്ട് സംഭവിക്കാമല്ലോ. ഇപ്പോൾ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, വേണമെങ്കിൽ ഇമോഷണലായിട്ടുള്ള വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാം. നമുക്ക് ഇന്നൊക്കെ കുറച്ചുകൂടി മെഡിക്കൽ സയൻസൊക്കെ കുറിച്ച് ഡെവലപ്പ് ചെയ്തപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടെയൊക്കെ ധാരണയുണ്ട്. നമ്മൾ അതുകൊണ്ട് കേസ് ടു കേസ് ജഡ്ജ് ചെയ്യണമെന്നുള്ള ചിലത് അവരുടെ കുറ്റത്താലെ പോലും ആയിരിക്കണമെന്നില്ല. ചില പുറത്തൊക്കെ അങ്ങനെ കാണപ്പെട്ടാലും ശരിക്കും അത് അവരുടെ കുറ്റമായിരിക്കണമെന്നില്ല. അങ്ങനത്തെ കേസുകൾ ഇഷ്ടം പോലെയുണ്ട്. പുറത്തൊന്നും എല്ലാ തെളിവുകളും എതിരായതുകൊണ്ട് അങ്ങനെ ആയിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇനി ചിലപ്പോഴൊക്കെ എന്താ പറയുക, ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറുകളോ എററുകളോ ഒക്കെ വരുന്നത് വഴി അങ്ങനെ സംഭവിക്കാം. ഇനി മറുവശത്ത് ഒരു വ്യക്തി പൂർണ്ണമായ ബോധ്യത്തോടെയും ഒരു കുഴപ്പമില്ലാതെ തൻ്റെ എന്താ പറയുക, തൻ്റെ തിന്മ കൊണ്ടോ അല്ലെങ്കിൽ നിഷേധം കൊണ്ടോ അങ്ങനെ ഉപേക്ഷിക്കുന്ന പോലത്തെ ഒരു സാഹചര്യം വരും. ഇതൊക്കെ വേറെ വേണം കാണാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ചിരിക്കും ഈ ആളുടെ പാപ അവസ്ഥയൊക്കെ. അപ്പോൾ അതൊക്കെ പരിശോധിക്കപ്പെടുകയും ഒക്കെ ചെയ്യും. സഭ അത് ഔദ്യോഗികമായി ചെയ്യുന്ന കാര്യമാണ്. അത് ഒരു എക്സ്റ്റേണൽ ഡിസ്കഷൻ്റെ വിഷയം പോലുമല്ല. അത് കേസ് ടു കേസ് ആയിട്ട് മാത്രം പരിശോധിക്കപ്പെടുന്ന കാര്യമൊക്കെയാണ് എന്നാണ്. എന്നാലും പൊതുവിൽ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു വിവാഹത്തിന് അനുവദിക്കപ്പെട്ടിരിക്കുന്ന അനുവാദത്തിന് ശേഷം വിവാഹം കഴിക്കുന്നതിനകത്ത് കല്യാണം കഴിച്ച മറ്റേ ആൾക്ക് അതിനകത്ത് പാപമോ ഒന്നുമില്ല, കുഞ്ഞുങ്ങൾക്കും പാപമൊന്നുമില്ല, ഇദ്ദേഹത്തിനും ആ കല്യാണത്തിനകത്ത് പാപമൊന്നുമില്ല. പകരം പൗരോഹിത്യം ഉപേക്ഷിച്ചത് ഏത് കാരണത്താലാണ്, അതിൻ്റെ ഗ്രാവിറ്റി എന്താണ് എന്നതിനനുസരിച്ച് ആയിരിക്കും കർത്താവ് ആ വ്യക്തിയെ വിധി ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അച്ഛൻ, എനിക്ക് ചോദിക്കാനുള്ളത്, കുമ്പസാരം എന്ന കൂദാശയിൽ ഇപ്പോൾ നമ്മൾ വളരെ അടുത്തടുത്ത് കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കാമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളൊരു പരിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുമ്പസാരിക്കാൻ പോയി നിൽക്കുകയും മേ ബി ആ ക്യൂ ഭയങ്കര ലോങ് ആയിരിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഹോളി കമ്മ്യൂണിയൻ്റെ ടൈം ആവുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, നമ്മളവിടെ എത്തിയിട്ടില്ല, കുമ്പസാരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് പിന്നെ ആ ക്യൂവിൽ നിന്നിട്ട്, അതായത് അനുദപിച്ചിട്ട് നമുക്ക് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് വീണ്ടും കുമ്പസാരിച്ചിട്ട് വീട്ടിൽ പോരാമോ എന്നാണ്. പ്രാക്ടിക്കലി അങ്ങനെ ചെയ്യാം. കാരണം നമ്മുടേതല്ലാത്ത കുറ്റത്താലാണ് നമുക്ക് അന്നേരം സംസാരിക്കാൻ പറ്റാതെ പോയത്. നമ്മൾ ക്യൂവിൽ നിന്നു, പിന്നെ കുറച്ചുകൂടെ നേരത്തെ വരാത്ത എന്നുള്ള ചോദ്യം വേറെയുണ്ട്. വന്നപ്പോൾ അച്ഛൻ ഉണ്ടായിരുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ, നമ്മുടെ അല്ലാത്ത കുറ്റമാണ് നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ, എൻ്റെ അവഗണന കൊണ്ട് എപ്പോഴേലും പോകാം എന്ന മട്ടിലല്ല, എനിക്ക് ശ്രമിക്കാവുന്നിടത്തോളം ശ്രമിച്ചു, പക്ഷേ എനിക്ക് പറ്റിയില്ല. ആ സമയത്ത് നമുക്ക് കുമ്പസാരിക്കാം, കുർബാന സ്വീകരിക്കാം, എന്നിട്ട് കുമ്പസാരിക്കാം തൊട്ടടുത്ത. ഇനി അത് സാധാരണഗതിയിലൊക്കെ തൊട്ടടുത്ത ഒരു പ്രത്യേക സാഹചര്യമൊക്കെ വന്നാൽ നമുക്ക് തൊട്ടടുത്ത സമയത്ത് പരിശുദ്ധ കുമ്പസാരം സ്വീകരിച്ചുകൊള്ളാമെന്ന് കർത്താവിനോട് വാഗ്ദാനം ചെയ്യുകയും എന്നിട്ടത് നിറവേറ്റുകയും ചെയ്തുകൊണ്ട് നമുക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാം. പ്രൊവൈഡഡ് വളരെ മാരകമായ പാപങ്ങൾ നമ്മുടെ ആത്മാവിൽ തന്നെ നമ്മളെ തടസ്സപ്പെടുത്തുന്നില്ല എങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. വിശുദ്ധ കുർബാനയിലെ രണ്ടാമത്തെ കാർബോസയിലെ സമാധാനത്തിന്റെ അനുഗ്രഹത്തിന്റെ മാലാഖ അയക്കണമെന്ന് നമ്മൾ യാചിക്കുന്നത്. അപ്പൊ ഈ ദൈവിക കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന സ്വർഗ്ഗവഹിക്കപ്പെടുന്ന മാലാഖമാരിലൂടെയാണ്. അതോ ആ വാക്കുകൾ എന്താ ഉദ്ദേശിക്കുന്നത്? കുറച്ചൊരു സിംബോളിക്കാണത്. കുറച്ച് ഈ പലതരത്തിലുള്ള പാരമ്പര്യങ്ങളിൽ നിന്നും ഒക്കെയുള്ള ഒരു കുറച്ചൊരു പൊയറ്റിക്കലായിട്ടുള്ള എക്സ്പ്രഷനാണ്. സമാധാനത്തിൻ്റെ മാലാഖ അയക്കണമെന്ന് പറഞ്ഞാൽ സമാധാന ദൂത് ഞങ്ങൾക്ക് അയക്കണമേ എന്നാണ്. സമാധാനത്തിൻ്റെ ദൂതൻ എന്നുള്ള വാക്കുകളൊക്കെ വിശുദ്ധഗ്രന്ഥത്തിലൊക്കെ ഉണ്ട്, സമാധാന ദൂതൻ എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ അത് ലിറ്ററലി സമാധാന ദൂതൻ ഈശോ മിശിഹ തന്നെയാണ്. സമാധാനം ഈശോ മിശിഹ തന്നെയാണ്. ഇനി ദൈവദൂതന്മാരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ചൈതന്യത്തെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം മാലാഖയെ ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മറിയത്തോട് സംസാരിക്കാൻ വരുമ്പോൾ ദൈവം തന്നെയാണ് സംസാരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരെന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്, ദൈവം തന്നെ സംസാരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം ദൈവത്തിൻ്റെ കൃപയെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് ആണതിൻ്റെ ശരിയായ അർത്ഥം. അതിൻ്റെ ഒരു കുറച്ച് പൊയറ്റിക്കലായിട്ടുള്ള, കുറച്ച് ലിറ്റർജിക്കലായിട്ടുള്ള, കുറച്ച് തിയോളജിക്കലായിട്ടുള്ള ഒരു പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരു വാചകമെന്നേ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുള്ളൂ. അതിനുവേണ്ടി ഒരു പ്രത്യേക മാലാഖയുണ്ട്. ആ മാലാഖ വരുന്നുവെന്ന് ലിറ്ററലായിട്ട് മനസ്സിലാക്കേണ്ട. എനിക്ക് ചോദിക്കാനുള്ളത്, അച്ഛൻ ഇങ്ങനെ പേഴ്സോണ ക്രിസ്റ്റീൻ അച്ഛൻ പറഞ്ഞില്ലേ, അപ്പം നമ്മൾ അച്ഛന്മാരിൽ ഒത്തിരി കുറവുകൾ കാണുന്നുണ്ട്. അപ്പം ചില അച്ഛന്മാർക്കാണെങ്കിൽ സ്പിരിച്വൽ ആക്ടിവിറ്റിയിൽ ഒരു താല്പര്യമില്ല, പിന്നെ അവർ തന്നെ
പരസ്പരം എടാ പോടാന്നൊക്കെ വിളിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം അത് എല്ലായ്പ്പോഴും അവരെ ഈ അച്ഛന്മാര് ദൈവിക ആ ഒരു സ്വഭാവം നമ്മൾ കാണുന്നില്ല. അപ്പൊ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നു. ഇത്രയും പരസ്യമായിട്ട് അച്ഛന്മാരെ കുറിച്ച് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതായത് നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈശോ ചെയ്ത ഒരു പ്രവൃത്തി അവിടുന്ന് മനുഷ്യനായി എന്നുള്ളതാണ് ആദ്യത്തേത്. മനുഷ്യനാകുമ്പോൾ എന്താ പറ്റുക? അതൊരു ഭയങ്കരമായ റെഡ്യൂസിങ് ആണ്. വെച്ചാൽ ദൈവം പരിപൂർണനാണ്, പരമപരിശുദ്ധനാണ്, സർവ്വവ്യാപിയാണ്, സകലതും സാധ്യമായവനാണ്. അങ്ങനെയുള്ള അവിടുന്ന് ദൈവം തന്നെയാണ്. ആ ദൈവമാണ് നമ്മുടെ പോലെ മനുഷ്യരാകുന്നത്. പനി പിടിക്കാവുന്ന പോലത്തെ ശരീരം, അല്ലെ, ഭാഷ കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രം വർത്തമാനം പറയാൻ പറ്റുന്ന പോലത്തെ പരിമിതിയിലേക്ക് ഒരു മനുഷ്യൻ്റേതായ എല്ലാ സാധ്യതകളിലേക്കും ഈശോ ചുരുങ്ങുകയാണ്. ഇതുപോലത്തെ മറ്റൊരു പ്രവൃത്തിയാണ് ഈശോ ബലഹീനരായ മനുഷ്യരെ തിരഞ്ഞെടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിനൊരു കാരണമുണ്ട്. എന്തുവെന്ന് വെച്ചാൽ ഈശോയെക്കുറിച്ച് തന്നെ പറയും, എബ്രായ ലേഖനത്തിൽ വായിക്കും, നമ്മുടെ പരിമിതികൾ അറിഞ്ഞുകൂടാത്ത ഒരു ദൈവമല്ല, ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്, നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മളെപ്പോലെയുള്ള ഒരാളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് മനുഷ്യരായ നമുക്ക് വേണ്ടി മനുഷ്യരെ തന്നെയാണ് വൈദികരാക്കിയിരിക്കുന്നത്. അത് അവരുടെ കുറവുകളെല്ലാം മാറ്റിയിട്ടല്ല, അവരായിരിക്കുന്ന പോലെയാണ്. പത്രോസ്ലീഹായെ ഈശോ വിളിക്കുമ്പോൾ, പത്രോസ് ആദ്യത്തെ മാർപ്പാപ്പയാകുമ്പോൾ ഈ മാർപ്പാപ്പ ഒരു മനുഷ്യനല്ലാതായി മാറുന്നില്ല. ഈശോ വിളിക്കുകയും ഈശോ അപ്പസ്തോലനായി സ്വീകരിക്കുകയും ചെയ്ത മാർപ്പാപ്പയാണ് ഈശോയെ തന്നെ തള്ളിപ്പറയുന്നത്. അതുകൊണ്ട് മാർപ്പാപ്പയുള്ള ബഹുമാനം കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല. മാർപ്പാപ്പയാണ് ഈശോയെ ഞാൻ അറിയത്തേ ഇല്ല എന്നാണ് പറയുന്നത്. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അത് മുമ്പാന്ന് വിചാരിക്കാം. ഈശോയുടെ ഉത്ഥാന ശേഷം ഈശോ സ്വർഗത്തിൽ ലേക്ക് അവരെ ഒന്ന് സന്ദർശിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചാൾ കാണാനിപ്പോൾ പത്രോസ് പറയണം, നമുക്കെന്നാൽ ഞാൻ മീൻ പിടിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന പത്രോസ് അതെല്ലാം ഇട്ടിട്ട് പോവാണ്. അങ്ങനെ ഇട്ടിട്ട് പോകുന്ന ഒരു മനുഷ്യൻ, ചാഞ്ചലപ്പെടുന്ന ഒരു മനുഷ്യൻ, അങ്ങനത്തെ ഒരു മനുഷ്യനെ സഭയുടെ മാർപ്പാപ്പയാക്കാൻ ഈശോയ്ക്ക് ധൈര്യമുണ്ടായെങ്കിൽ ഞാൻ ആ മാർപ്പാപ്പയെ ബഹുമാനിക്കും. കാരണം മാർപ്പാപ്പയിലെ ആ പത്രോസിൻ്റെ മാനുഷികതയിലല്ല, കർത്താവിൻ്റെ ശക്തിയിലാണ് നമ്മൾ ഈ പൗരോഹിത്യത്തെ കണ്ടുമുട്ടുന്നത്. അതെന്തിനാണ് അങ്ങനെ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് വിശുദ്ധഗ്രന്ഥം തന്നെ പഠിപ്പിക്കുന്നത് പോലെ ഇത് ആ ആളുടെ ശക്തിയാലല്ല, പകരം ദൈവത്തിൻ്റെ കരുണയാലാണ് നടക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ കരുണയാലാണ് നടക്കുന്നത് അറിഞ്ഞിരിക്കാൻ വേണ്ടി. അല്ലെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും, ഞാൻ ഭയങ്കര മിടുക്കനും ഭയങ്കര ശക്തനും ഒക്കെ ആയതുകൊണ്ട് ഈ പൗരോഹിത്യം എൻ്റേതാണ് എന്ന് ഒരാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ബലഹീനതകൾ അതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹ അതുകൊണ്ട് എപ്പോഴും പറയും, ഞാൻ എൻ്റെ ബലഹീനതകളെക്കുറിച്ചാണ് ഞാൻ അഭിമാനിക്കുന്നത്. എൻ്റെ ബലഹീനതകളെക്കുറിച്ച് ഒരു മുള്ള എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഞാൻ കുറവുള്ളവനാണ്. പൗലോസ്ലീഹ തന്നെ പറയുകയാണ്, ഞാനാണെങ്കിൽ എൻ്റെ സംഭാഷണം ഒരു ബലവും ഇല്ലാത്തതാണെന്നും എൻ്റെ എഴുത്ത് ഭയങ്കര സൂപ്പറാണെന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടല്ലോ. അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. എനിക്കൊത്തിരി കുറവുകളുണ്ട് എന്നൊക്കെ ഒരു കാലത്ത് ഞാൻ കർത്താവിനെ തന്നെ തള്ളിപ്പറഞ്ഞവനാണ് എന്നും ഒക്കെ പൗലോസ്ലീഹ തന്നെ തൻ്റെ കുറവിനെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നെങ്കിൽ എൻ്റെ കുറവുകളിലായിരിക്കും ഞാൻ അഭിമാനിക്കുക എന്ന് പറയാൻ കാരണം, ഈ കുറവുണ്ടെന്ന് പറഞ്ഞ് ഗമ കാണിക്കുന്നതല്ല സത്യത്തിൽ. അത് ഈ കുറവുകളെക്കുറിച്ച് അഭിമാനിക്കുക എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? എനിക്ക് കുറവുള്ളപ്പം നോക്കുന്നവരെന്ത് മനസ്സിലാക്കും? ഇത് ഇവൻ്റെ ശക്തി കൊണ്ടൊന്നുമല്ല, ദൈവം ഇടപെട്ടതുകൊണ്ടാണ്. പത്രോസിനോട് ഈശോ പറയുന്ന വാക്കുകളാണിത്, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ പത്രോസ് പറഞ്ഞാനെ, ഞാൻ കുറച്ച് തിയോളജി പഠിച്ചുകൊണ്ട് എനിക്ക് കാര്യം അറിയാം എന്ന് പറഞ്ഞാനെ. പകരം കർത്താവ് അവനോട് പറയുകയാണ്, പത്രോസ്, നിൻ്റെ ബുദ്ധിയും നിൻ്റെ അറിവുമല്ല, ദൈവം വെളിപ്പെടുത്തുന്നതാണ് നീ പഠിപ്പിക്കുന്നത്, അല്ലാതെ നിൻ്റെ പാണ്ഡിത്യമല്ല, നിൻ്റെ കഴിവല്ല, നീ കണ്ടെത്തിയവയല്ല, നീ നിർമ്മിച്ചവയുമല്ല, പകരം നിനക്ക് നൽകപ്പെട്ടത് നീ ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരു പാത്രം മാത്രമാണത്. അപ്പോൾ ആ പാത്രത്തിൻ്റെ പരിമിതികളുണ്ടല്ലോ, സത്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഭാഗമാണ്. കാരണം ദൈവത്തിൻ്റെ മഹത്വം അത്രമേൽ വലുതാകയാൽ ദൈവത്തിന് ഒരു പെർഫെക്റ്റ് പാത്രത്തിനൊന്നും ആവശ്യമില്ല. നമുക്കറിയാമല്ലോ, ഒരു സ്വർണം അത് പേപ്പറിൽ പൊതിഞ്ഞ് തന്നാലും നിങ്ങൾ മേടിക്കുകയല്ലേ, അല്ലേ? ആ കടലാസിലാണോ സ്വർണം തരുന്നതെന്ന് എനിക്കെങ്ങും വേണ്ടെന്ന് ആരെങ്കിലും പറയൂ. അത് ആ സ്വർണം അത്രമേൽ വിലയുള്ളതായതുകൊണ്ട് അത് പൊതിയാനായിട്ട് എന്തൊരു ഉപയോഗിച്ചാലും കുഴപ്പമൊന്നും ശരിക്കും പറഞ്ഞില്ല. ഞാൻ കുറച്ച് പൊട്ട ഉദാഹരണങ്ങളൊക്കെ അങ്ങ് പറഞ്ഞതാണ്. പക്ഷേ കർത്താവിനെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ആത്മാവ്, ആ വ്യക്തിയുടെ വ്യക്തിത്വം, അത് കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. ഈശോ അത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. ദൈവം വിശുദ്ധീകരിച്ചിരിക്കുന്നതിനാൽ അത് വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം മാറ്റിവെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവം അയാളല്ലാതാക്കുന്നുമില്ല.
ആ വ്യക്തി അല്ലാതാക്കുന്നുമില്ല. അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കാനൂടെയാണ്. ഞാനെപ്പോഴും ഞാൻ തന്നെയാണല്ലോ ദൈവമേ എന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. അതൊരാളെ എളിമപ്പെടുത്താൻ വേണ്ടിയാണ്. അത് ആ വൈദികനെ ഒത്തിരി എളിമപ്പെടുത്താൻ വേണ്ടിയാണ്. സഭയ്ക്ക് കൂടുതൽ പ്രത്യാശ കൊടുക്കാൻ വേണ്ടിയാണ്. കാരണം ഒരു മനുഷ്യൻ്റെ കഴിവിനപ്പുറത്ത് ദൈവം ആ വ്യക്തിയിലൂടെ പ്രവർത്തിക്കുന്നു എങ്കിൽ അത് നമ്മളെ ഓർപ്പിക്കുന്നത് എന്താണ്? ആ വ്യക്തിയേക്കാൾ വലുതാണ് ആ വ്യക്തിയുടെ ശുശ്രൂഷ സ്വീകരിക്കുന്നവർ ദൈവത്തിന്. അതുകൊണ്ടാണ് ഇനി മറുവശത്ത് എന്തായി മാറും, അല്ലെങ്കിൽ അത് ആ വ്യക്തിയുടെ ഒരു വിശുദ്ധി കുറച്ച് തരുന്ന പോലെ. ഇപ്പം ഞാൻ ഭയങ്കര വിശുദ്ധനാണ്, അതുകൊണ്ട് എൻ്റെ ഇച്ചിരി വിശുദ്ധി ഞാൻ നിങ്ങൾക്ക് ഈ കുർബാനയിൽ തരാം എന്നല്ല, ദൈവം തരുന്നതാണ് സ്വീകരിക്കുന്നത്. ഇനി എന്നതുകൊണ്ട് വൈദികർക്ക് എന്നേലും ആകാം എന്ന് വിചാരിക്കാമോ? അങ്ങനെ പറ്റത്തുമില്ല. കാരണം അവർ സമ്മതിക്കുന്ന മിശിഹായെ അവരവരുടെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്താനും ബാധ്യസ്ഥരാണ്. അപ്പം അത് നമുക്കെങ്ങനെയാണ് അവരെ അത് ഓർമ്മിപ്പിക്കാൻ പറ്റുന്നത്? അങ്ങനെ സഭ വൈദികരെ അത് ഓർപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്തേക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുക എന്ന് പറയും. സത്യത്തിൽ അത് ഞങ്ങളെ കളിയാക്കലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ഒരാൾ വന്ന് പറയുമ്പം എന്താണ് ആ ആൾ അച്ഛനോട് പറയുന്നത്? അച്ഛനിങ്ങനെ ഇരിക്കുന്നുണ്ട്, പക്ഷേ ഈശോ മിശിഹ അങ്ങിലുണ്ട് എന്ന് എനിക്കറിയാം, അതുകൊണ്ട് അങ്ങിൽ വസിക്കുന്ന ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ആ അച്ഛനെ സത്യത്തിൽ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ അല്ലേ, അപ്പം ഞാൻ ഇതുപോലെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഞാൻ പറയാൻ പാടില്ലല്ലോ എന്ന് ഞങ്ങൾ ഓർക്കും. പലപ്പോഴും അത് ദൈവജനത്തിൻ്റെയും കൂടി ഒരു ദൗത്യമാണ് അത് ഓർപ്പിക്കൽ. പലപ്പോഴും അവരർഹിക്കുന്ന ഒരു സ്പേസും ഒരു ബഹുമാനവും അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പം അവർക്ക് കുറച്ചുകൂടെ എളുപ്പമാവുകയും കൂടി ചെയ്യും. എന്നുവെച്ചാൽ അത് കിട്ടാൻ വേണ്ടുന്നല്ല ഞാൻ പറഞ്ഞ്, അങ്ങനെ കൊടുക്കുമ്പം അവർ കുറച്ചുകൂടെ കെയർഫുള്ളാകും. അതുകൊണ്ടാണ് സഭ പരമ്പരാഗതമായി അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ നക്ഷൽ ഇത്രയേ ഉള്ളൂ, ചുരുക്കം ഇത്രയേ ഉള്ളൂ. അത് അവരുടെ ഒരു കേമത്വമല്ല, അവരുടെ ശക്തിയിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് തരുന്നതുമല്ല. അത് ഓർപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് ബലഹീനരും നിസ്സാരരുമായ, അതുകൊണ്ടാണ് കാർമ്മികൻ എപ്പോഴും കുർബാനയിൽ ഏറ്റു പറയാറില്ലേ, ബലഹീനരും നിസ്സാരരുമായ, ബലഹീനരും പാപികളുമായ അയോഗ്യനായ എനിക്ക് വേണ്ടി കർത്താവെ ഞാൻ അയോഗ്യനാകുന്നു, ഞാൻ തീർത്തും അയോഗ്യനാകുന്നു എന്നൊക്കെ കാർമ്മികൻ തന്നെയാണ് പരസ്യമായി വിളിച്ചു പറയാറ്. അത് രഹസ്യമായി ചൊല്ലുന്നതല്ല, കാരണം അപ്പോൾ ഞാൻ അയോഗ്യനാകുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ആ അയോഗ്യത കഴിയുന്നിടത്തോളം പരിഹരിച്ചുകൊണ്ടിരിക്കാനുള്ള ശ്രമം വൈദികരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. രണ്ടു വശം പറയാം. എനിക്ക് ചോദിക്കാനുള്ള, നമ്മൾ മരണം നടന്ന വീടുകളിൽ പിന്നീട് മന്ത്ര ചെല്ലുന്നുണ്ട്, അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുതരാം. കുറേ കാര്യങ്ങളുണ്ട്. എന്തല്ല എന്ന് ആദ്യം പറയാം. പിന്നീട് ഒരു എന്താ പറയുക 40 ദിവസമാകുമ്പോൾ അവിടുത്തെ തിരുക്കർമ്മങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് ആത്മാവ് അതുവരെ എവിടെയോ ഉണ്ട്. ഇനി ആത്മാവിനെ പറഞ്ഞയക്കുന്ന ദിവസം അങ്ങനെയല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഒരാൾ മരിച്ചു, അവിടെയെല്ലാം നിറയെ അശുദ്ധമായി, ഇനിയിപ്പോൾ ഒന്ന് ശുദ്ധി ചെയ്തേക്കാം, അങ്ങനെയുമല്ല. പിന്നെ എന്താണ്, ഇപ്പം 40 ആഘോഷിക്കുകയൊക്കെയാണെന്ന് വിചാരിച്ചു. അപ്പം മരണത്തെ തുടർന്ന് തൊട്ടടുത്ത ദിവസങ്ങൾ നമ്മുടെ ഒരു പരമ്പരാഗതമായ ഒരു പാരമ്പര്യം, ഒരു യഹൂദ കാലത്തുള്ള ഒരു മുതലുള്ളൊരു പാരമ്പര്യം തന്നെയാണ് ദുഃഖാചരണത്തിൻ്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഒന്ന് വലിയ സന്തോഷത്തിൻ്റെ കാര്യമാണ്, കാരണം ആ വ്യക്തി സ്വർഗത്തിലേക്ക് യാത്രയായി. രണ്ടാമത് നമ്മെ പിരിഞ്ഞുപോയി. അപ്പോൾ അത് നമ്മളിലോട് ഉറപ്പിക്കുന്ന ഒരു ദുഃഖമുണ്ട്, ഒരു മുറിവുണ്ട്. അത് സൗഖ്യപ്പെടുന്ന ഒരു സമയമാണ്, അത് ഹീൽ ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. മാത്രമല്ല നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി കൂടുതൽ തീക്ഷ്ണതയോടെ ആ ഹൃദയത്തിൻ്റെ നൊമ്പരത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സമയമാണ്. ബന്ധുമിത്രാദികൾ ആ ബന്ധത്തെ കൂടുതൽ അനുഭവിക്കുന്ന ദിവസം കൂടിയാണ്. കാരണം എന്താണ്, ഉദാഹരണത്തിന് ഒരു വല്യപ്പൂപ്പൻ മരിച്ചു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം മരിച്ചു കഴിയുമ്പോഴാണ്, അദ്ദേഹത്തിലൂടെയാണ് ഞങ്ങളൊക്കെ ഉണ്ടായത്, അദ്ദേഹത്തിനോട് ഞങ്ങൾ വരവത്തിൽ ബന്ധപ്പെട്ടിരുന്നു, അദ്ദേഹം വഴി ഞങ്ങൾക്കൊക്കെ ബന്ധമുണ്ട് എന്നൊക്കെ ബന്ധുമിത്രാദികളൊക്കെ ഓർക്കാൻ വേണ്ടി ബന്ധുക്കളൊക്കെ ഒരുമിച്ചായിരിക്കുകയും അവരൊരുമിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം. ഇനി അതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന പോലെയോ അതിൻ്റെ ഒരു ആഘോഷം എന്നതുപോലെയൊക്കെയാണ് ഈ ദിവസം അവരൊരുമിച്ച് കൂടുന്നതും ഒരുമിച്ച് ഈ തിരുക്കർമ്മങ്ങളൊക്കെ അർപ്പിക്കുന്നതും അച്ഛൻ വീട്ടിൽ വരികയും വീട് വെഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്ന സത്യത്തിൽ അവരെ ആശ്വസിപ്പിക്കലിൻ്റെയൊക്കെ ഭാഗമാണ്. രണ്ടാമത് സ്വർഗീയ ഭവനത്തോട് ചേർന്നിരിക്കുന്ന ഒരാൾ നമുക്കുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക. ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ബന്ധവുമായി ബന്ധപ്പെട്ടതാണ്. ആ വ്യക്തി വഴി നമുക്ക് ആ വ്യക്തി സ്വർഗത്തിലേക്ക് പോയതുപോലെ നമ്മളും പോകുമെന്നൊക്കെ നമ്മളെ ഓർക്കാനും, മരണം എന്ന് പറഞ്ഞ യാഥാർത്ഥ്യത്തെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കാനും, അതിനപ്പുറത്ത് അത് തരുന്ന പ്രത്യാശയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഓർക്കാനും ഒക്കെ ആ വൈകാരികമായ ദിവസങ്ങൾ കൂടുതൽ ചെലവഴിക്കുക. അതോടൊപ്പം തന്നെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക, നമ്മൾ നാളെ അവിടെ ഒരുമിച്ച് കൂടേണ്ടവരാണെന്നുള്ള ഓർമ്മ ഉണ്ടാവുക. ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി എക്ലേസിയോളജിക്കൽ കാരണങ്ങളാലാണ് സത്യത്തിൽ അതൊക്കെ നടത്തുന്നത്. അപ്പം ചിലപ്പോഴൊക്കെ ആളുകൾ എന്തോ അശുദ്ധി വന്നു അതിനെ വെഞ്ചരിക്കുന്നതാണ്, ആത്മാവ് പോയിട്ടില്ല, അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞതാണ്.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവായ മിശിഹായെ അവിടുന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ദൈവിക രഹസ്യങ്ങൾ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. അങ്ങയുടെ ശരീരമാകുന്ന പരിശുദ്ധ സഭയുടെ അവയവങ്ങളായി ഞങ്ങൾ നടത്തുന്ന ആരാധന അങ്ങയിലുള്ള ആരാധനയാണെന്ന് ഞങ്ങൾ അറിയുന്നു. യോഗ്യതയോടുകൂടെ ആരാധനാ സമൂഹമായി നിലനിൽക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധ സഭയുടെ വിവിധ ശുശ്രൂഷകൾ, അവയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വൈദികരെ അവരുടെ ബലഹീനതയിലും അവരുടെ കുറവുകളിലുമൊക്കെ അവിടുന്ന് പ്രവർത്തിക്കുന്ന വലിയ കാര്യങ്ങളെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംസർഗവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.